ബ്രേക്ക് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ, ഈ ഓക്കെ. മ്യൂസിക് രുചികരമായ ഭക്ഷണമൊക്കെ. അതെ അതെ. നമുക്ക് ആരംഭിച്ചുകളെ. തുടങ്ങാമല്ലോ. അതെ, 5 മിനിറ്റ്. അതെ, എല്ലാവർക്കും മലയാളം സൊസൈറ്റിയുടെ ഈ ജൂൺ മാസ മീറ്റിംഗിലേക്ക്, സൂം മീറ്റിംഗിലേക്ക് സ്വാഗതം. മലയാളം സൊസൈറ്റിയുടെ പേരിൽ ഇതിന് ഈ വേദി ഇത്ര മനോഹരമാക്കിക്കൊണ്ട് നമ്മളുടെ സൂം മാനേജർ ചെയ്യുന്ന പ്രവൃത്തി ആദ്യമേ തന്നെ ഞാൻ അഭിനന്ദിക്കട്ടെ. ആ ഓരോ വിഷയങ്ങൾക്ക് അനുസരിച്ച് അദ്ദേഹം വേണ്ട പിക്ചേഴ്സ് എല്ലാം കൂടെ ചേർത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും അതിൻ്റെ ഇടയ്ക്ക് അനാരോഗ്യപരമായിട്ടുള്ള ഫുഡും എല്ലാം കൂടെ കലർത്തി ഇന്നത്തെ പ്രഭാഷകനെ ഒന്ന് ഉത്സാഹിപ്പിക്കാനുള്ള സർവ്വ പദ്ധതികളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് മലയാളം സൊസൈറ്റിയുടെ പേരിലുള്ള എൻ്റെ അഭിനന്ദനം. മലയാളം സൊസൈറ്റി ഈ വരുന്ന ജൂൺ 16 ഫാദേഴ്സ് ഡേ ആയിട്ട് അമേരിക്ക ആഘോഷിക്കുന്നു. ജൂൺ 16 ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്ന എല്ലാ ഫാദേഴ്സിനും മലയാളം സൊസൈറ്റിയുടെ പേരിലുള്ള എല്ലാവിധ ആശീർവാദങ്ങളും സമർപ്പിച്ചുകൊള്ളുന്നു. ഫാദേഴ്സ് ഡേ എന്ന് പറയുന്നത് 1910 ആരംഭിച്ചത്. അത് വാഷിങ്ടണിലാണ്. ഈ സൊനാര സ്മാർട്ട് ഡോഡ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവരുടെ മാതാവ് മരിച്ചു പോയി കഴിഞ്ഞ് ആ കുട്ടികളെ മുഴുവൻ വളർത്തിയത് ആ ഫാദറാണ്. ഫാദർ അമ്മയുടെയും അപ്പൻ്റെയും സ്ഥാനം വഹിച്ചുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവന്നു. അപ്പം മദേഴ്സ് ഡേ എല്ലാ തവണയും മദേഴ്സ് ഡേ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പാസ്റ്ററിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഫാദേഴ്സ് ഡേ നമുക്ക് ആഘോഷിക്കണം. അപ്പോൾ അവരുടെ ആ അനുഭവം ഫാദറിനോട്, പാസ്റ്ററിനോട് ഷെയർ ചെയ്തപ്പോൾ അതിനെ തുടർന്നാണ് അദ്ദേഹവും തീരുമാനിച്ചത് നമുക്കൊരു ഫാദേഴ്സ് ഡേ ആഘോഷിച്ച് കളയാവുന്നത്. അങ്ങനെയാണ് ഫാദേഴ്സ് ഡേ ആഘോഷിക്കപ്പെടുന്നത്. ഓരോ ഫാദേഴ്സിനും കുട്ടികളെ വളർത്തുന്നതിലും കുടുംബകാര്യങ്ങളിലുമുള്ള ഉത്തരവാദിത്തങ്ങൾ പറയേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അവരും അവരുടേതായ രീതിയിൽ ത്യാഗങ്ങളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ടായിരിക്കും, എങ്കിലും അവരുടെ എല്ലാ കോൺട്രിബ്യൂഷനും അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. മലയാളം സൊസൈറ്റി ഒരിക്കൽ കൂടി എല്ലാ ഫാദേഴ്സിനും ഈ 16 ആ ദിനം, ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്ന ദിനത്തിൽ ഒരിക്കൽ കൂടി എല്ലാവിധമായ അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും. നമ്മുടെ മലയാളം സൊസൈറ്റിയിലെ 2 വ്യക്തികളുടെ ബന്ധുക്കളുടെ വേർപാടിൽ മലയാളം സൊസൈറ്റിയുടെ അനുശോചനം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജെയിംസ് ചെറുനടത്തലിൻ്റെ മാതാവ് വേർപെട്ടു പോയ വിവരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ജോൺ കുന്തറയുടെ സിസ്റ്റർ നാട്ടിൽ മരിച്ചു. ജോൺ കുന്തറ നാട്ടിലാണെന്നാണ് ഞാൻ കരുതുന്നത്. മലയാളം സൊസൈറ്റിയുടെ അകമഴിഞ്ഞ ഖേദവും ദുഃഖവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഡെത്ത് എൻഡ്സ് ലൈഫ്. മരണം ജീവിതത്തെ അവസാനിപ്പിക്കുമെങ്കിലും നെവർ എൻഡ്സ് ദ റിലേഷൻഷിപ്പ്. നമുക്കെല്ലാവരും നമ്മളുടെ വേർപെട്ടു പോയവരെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മൾ മരിക്കുന്നതുവരെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അവരെ നമുക്ക് നേരിട്ട് കാണാൻ അവസരങ്ങളില്ലെങ്കിൽ തന്നെയും അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നും ജീവനാന്തം നമ്മുടെ ഹൃദയങ്ങളുണ്ടായിരിക്കും.
അപ്പോൾ ഓരോ ബന്ധുക്കളുടെ വേർപാടിൽ ദുഃഖം അനുഭവിക്കുന്ന എല്ലാവർക്കും മലയാളം സൊസൈറ്റിയുടെ പേരിലുള്ള കണ്ടോളൻസസ് ഈ അവസരത്തിൽ അവതരിപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വിഷയം മലയാളിയുടെ മാറുന്ന ഭക്ഷണ സംസ്കാരമാണ്. അവതരിപ്പിക്കുന്നത് MC ചാക്കോയാണ്. നമ്മുടെ മോഡറേറ്ററായിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത് തോമസ് കളത്തൂരാണ്. നമ്മുടെ പ്രസിഡന്റിന് എന്ത് പറ്റി? അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിക്ചർ കാണുന്നുണ്ട്. സോ ഐ തിങ്ക് ഹി ഈസ് ഓൾസോ ഹിയർ. MC ചാക്കോയെ കുറിച്ച് ഒരു ചെറിയ രണ്ട് വാക്കുകൾ ഞാനിവിടെ പറഞ്ഞുകൊള്ളട്ടെ. MC ചാക്കോ താമസിക്കുന്നത് ലീഗ് സിറ്റിയിലാണ്. ഹ്യൂസ്റ്റൺ വെറ്ററൻസ് ഹോസ്പിറ്റൽ ഹിസ്റ്റോ ടെക്നോളജിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. 4 നൂറ്റാണ്ട് ഷാർജയിലായിരുന്നു. അതിനുശേഷം 2006 US-ലെത്തി. തുരല്ല മർത്തോമ കോളേജിൽ നിന്നും കെമിസ്ട്രിയിൽ ബിരുദം നേടിയതിനു ശേഷം വെല്ലൂർ CMC-യിൽ തൊഴിൽ പരിശീലിച്ചു. തിരുവനന്തപുരം ശ്രീ ചിത്രയിൽ ജോലി തുടങ്ങി. നാട് തിരുവല്ലായ്ക്ക് സമീപം വെണ്ണിക്കുളം. ഭാര്യ ആനി, 2 മക്കൾ. ഈ 4 കൊച്ചുമക്കളും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അവതരിപ്പിക്കുന്നത്, മലയാളിയുടെ മാറുന്ന ഭക്ഷണ സംസ്കാരം. ഞാൻ ഇവിടെ അടുത്ത വിഷയം അവതരിപ്പിക്കുന്നതിനും അതിൻ്റെ മോഡറേറ്ററായിട്ട് ഇന്ന് മോഡറേറ്റർ ആയിട്ടുള്ള തോമസ് കളത്തൂരിന് ഞാൻ കൈമാറുന്നു. തോമസ് കളത്തൂർ, പ്ലീസ് ടേക്ക് ഓവർ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വളരെ ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ആരും ഈ ഒരു സബ്ജക്റ്റ് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ചിട്ടോ ഉണ്ടെന്ന് തോന്നുന്നില്ല. എനിവേ ഒരു പുതിയ സബ്ജക്റ്റ് ആണല്ലോ ഇത്. നമ്മുടെ എല്ലാം മാറുന്നുണ്ട്. ആ കൂടെ ഭക്ഷണ സംസ്കാരവും മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണങ്ങളെപ്പറ്റിയും അത് എന്തൊക്കെ ഇമ്പാക്റ്റ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ നമുക്കൊന്ന് ചിന്തിക്കുന്നതല്ലായിരിക്കും. അതും പ്രത്യേകിച്ചും ഭക്ഷണത്തെ പറ്റി ആകുമ്പോൾ ഭക്ഷണമില്ലാതെ ജീവിക്കാനൊക്കെ ഇല്ല. അതുകൊണ്ടാണല്ലോ മൃത്യുർമ അമൃതം ഗമയ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എനിവേ അതിനെപ്പറ്റി നമുക്ക് എല്ലാവർക്കും ഇതിനകത്ത് പങ്കെടുക്കണം. നമുക്ക് കറക്റ്റ് 6 മണിക്ക് മുമ്പ് തന്നെ എല്ലാം തീർക്കണം. അതിന് ഉള്ള രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒത്തിരി നീട്ടിപ്പോവാതെ നമുക്ക് ഭംഗിയായ രീതിയിൽ മുന്നോട്ട് പോകാം. മിസ്റ്റർ ചാക്കോച്ചനെ ഞാൻ ഇതിനു വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അന്ന് എല്ലാവർക്കും എൻ്റെ നമസ്കാരം, സഹകരണം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും ആദ്യമായി നമസ്കാരം. മലയാളിയുടെ മാറുന്ന ഭക്ഷണ സംസ്കാരം, അതാണ് അതിനെപ്പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മലയാളിയുടെ ഭക്ഷണത്തിന് അടുത്തിടെയായിട്ട് ഒരു 50 വർഷത്തിനുള്ളിൽ വളരെ മാറ്റമാണ് വന്നിരിക്കുന്നത്. കേരളത്തിന് മാത്രമായി ഒരു രുചി ഉണ്ടാവുവാൻ സാധ്യത കുറവാണ്. അതിപുരാതന കാലം മുതൽക്കേ അഷ്ടദിക്കുകളുമായി വാണിജ്യബന്ധം ഉണ്ടായിരുന്നതിനാൽ വൈവിധ്യമായ പലഹാരങ്ങൾ ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും കൊളോണിയൽ കാലഘട്ടം വരേക്കും മുഖ്യമായി അരിയും തനത് കിഴങ്ങുകളും അനുബന്ധമായി നാടൻ പച്ചക്കറികളും പിന്നെ പാൽ ഉൽപ്പന്നങ്ങളായി തൈരും വെണ്ണയും ആയിരിക്കണം തുടർന്നു വന്നത്. നീണ്ട തീരവും പുഴകളും സമൃദ്ധമായി തന്ന മത്സ്യം തന്നെ പ്രധാന സസ്യേതര വിഭവമായിരുന്നു. സസ്യഭുക്കുകളല്ലാത്തവരും മാംസം പരിമിതമായേ ഉപയോഗിച്ചിരുന്നുള്ളൂ. സ്വാദിന് നമ്മുടെ തേങ്ങയും സുഗന്ധവ്യഞ്ജനങ്ങളും മധുരത്തിന് കരിപ്പെട്ടിയും ഉണ്ടായിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ചില കാർഷിക വിളകൾ മലയാളികളുടെ ഇടയിൽ സ്ഥാനക്കാരായി. പിന്നീട് വന്ന ഡച്ചുകാരും ഇംഗ്ലീഷുകാരും പരിചയപ്പെടുത്തിയ റൊട്ടി, ബിസ്ക്കറ്റ്, കേക്കുകളൊക്കെ വരേണ്യരുടെ മാത്രം സ്വാദായി നിലനിന്നു. അങ്ങനെ ചോറ്, കപ്പ, ചക്ക, അവിയൽ,
തോരൻ, ഇങ്ങനെ കറികൾ, ഇങ്ങനെ 4-5 നൂറ്റാണ്ടുകൾ ഇതുമായി നമ്മൾ ഉണ്ട് ഉറങ്ങിപ്പോകുന്നു. രാവിലെ പഴങ്കഞ്ഞിക്കും പുഴുക്കിനും ഒപ്പം അയൽ സംസ്ഥാനത്തു നിന്ന് വന്ന ദോശയും ഇഡലിയും സ്ഥാനം പിടിച്ചു. പോർച്ചുഗീസുകാരുടെ സ്റ്റീം ബോംബ് നമ്മൾ നമ്മുടെ പുട്ടായി സ്ഥിരമാക്കി. 20-ാം നൂറ്റാണ്ടോടുകൂടി മലയാളികൾ പുറം ലോകത്തിലേക്ക് കുടിയേറിയതോടെ അതത് ഇടങ്ങളിലെ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങി. ഇതിന്റെ സ്വാധീനം ക്രമേണ നാട്ടിലും എത്തി. ഇതൊക്കെയാണെങ്കിലും പാചകത്തിന്റെ സ്വഭാവം വലിയ മാറ്റങ്ങളില്ലാതെ തുടർന്നു പോകുന്നു. തിളപ്പിക്കലും പുഴുങ്ങലുമായിരുന്നു പ്രധാന രീതി. തിളപ്പിച്ച് ഊറ്റുന്നത് കാരണം ആഴ്സനിക്, ഈയം, ഹൈഡ്രജൻ സയനൈഡ് പോലെയുള്ള പല മാരക വിഷങ്ങളെയും അലിയിച്ച് ഒഴിവാക്കുവാൻ അനായാസമായി സാധ്യമായി. എണ്ണയിലുള്ള വറുക്കലും പൊരിക്കലും അമിതമായിരുന്നില്ല. അതും വെളിച്ചെണ്ണയിലും നല്ലെണ്ണയിലും മാത്രമായിരുന്നു. പാചകക്കൂട്ടിലുള്ള മഞ്ഞൾ, ഇഞ്ചി, കുരുമുളക്, ഏലം തുടങ്ങി എല്ലാം പാർശ്വദോഷങ്ങളില്ലാത്ത രോഗപ്രതിരോധ ശേഷിയുള്ള രുചിദായകരായിരുന്നു. കേരളത്തിന് പുറത്തുനിന്നും വന്ന കടുക്, ഉലുവ, വെളുത്തുള്ളി, ചുവന്നുള്ളി, മല്ലി, ചുവന്ന മുളക് തുടങ്ങിയവയും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതായി. പാചകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട്. ചട്ടികളും മൺചട്ടികളും കലങ്ങളുമായിരുന്നല്ലോ പരക്കെ ഉപയോഗിച്ചിരുന്നത്. അതിന് ഉള്ള പശമണ്ണിൽ ഈയം പോലുള്ള ഘനലോഹങ്ങളില്ല എന്ന് ഉറപ്പിച്ചിരുന്നു. കളിമൺ പാത്ര നിർമ്മാണത്തിനും ഗൗരവമായ വൈവിധ്യം ആവശ്യമായിരുന്നു. വറക്കുവാനുള്ള ഇരുമ്പ് ചട്ടിയും ഉപ്പിലിടാനുള്ള ഭരണിയും ചീനരുടെ സംഭാവനയായിരുന്നു. ചെമ്പും നാഗവും ചേർന്ന ഓട്ടുപാത്രങ്ങൾ നിർമ്മിക്കുന്നതിനും അതും സങ്കീർണമായ പ്രക്രിയയിൽ കൂടിയാണല്ലോ. അത്ഭുതപ്പെടുത്തുന്നത് ഈ പാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹങ്ങൾ ശരീരത്തിന് ദോഷം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അത് ശരീരത്തിന് അത്യാവശ്യം വേണ്ട മൂലകങ്ങളുമായിരുന്നു എന്നുള്ളതാണ്. കേടുകൂടാതെ സൂക്ഷിക്കുവാനുള്ള ഉപാധികളൊന്നും തന്നെ ഇല്ലായിരുന്നതിനാൽ അതത് ദിവസത്തേക്കുള്ളത് മാത്രമാണ് പാചകം ചെയ്തിരുന്നത്. ഭക്ഷ്യ സംസ്കരണവും വളരെ ലളിതമായിരുന്നു. മിക്കവാറും തിളപ്പിച്ച് വെള്ളം വാർത്തിട്ടോ അല്ലാതെയോ വെയിലത്ത് ഉണങ്ങുക മാത്രമായിരുന്നു ചെയ്തിരുന്നത്. നെല്ല് പുഴുങ്ങി ഉണക്കുക, മരച്ചീനി വാട്ടി ഉണക്കുക, തേങ്ങ കൊപ്രയാക്കുക, ഇതൊക്കെയായിരുന്നു സംസ്കരണം. ഭക്ഷ്യ സംഭരണം തടിപ്പെട്ടികൾ, അത് അരിപ്പെട്ടിയാകാം അല്ലെങ്കിൽ അറയാകാം, മുളം തുരുത്തികൾ, കുത്തിത്തുന്നിയ പാള, ചണച്ചാക്ക് തുടങ്ങിയ ജൈവ വസ്തുക്കളെയാണ് ഉപയോഗപ്പെടുത്തിയത്. വെള്ളം പാള കൊണ്ട് കോരി മൺകുടങ്ങളിലോ ചെമ്പുകുടങ്ങളിലോ ശേഖരിച്ചു. 2-ാം ലോകമഹായുദ്ധാനന്തരം ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ വന്ന കുതിച്ച് ചാട്ടം ഭക്ഷ്യരംഗത്തും വലിയ വ്യതിയാനങ്ങൾ വരുത്തി. പാചകത്തിലെ വിരസത മാറ്റാനും ദൈർഘ്യം കുറയ്ക്കുവാനും വന്ന ഉപാധികളെ വളരെ പെട്ടെന്ന് തന്നെ അതിലും മെച്ചമായത് പിന്തള്ളി. വിറകടുപ്പിന്റെ രൂപവും ഭാവവും മാറി, അത് പുകയില്ല അടുപ്പായി. കൂട്ടായി മണ്ണെണ്ണ സ്റ്റൗവും വന്നു. രണ്ടിനെയും പുറന്തള്ളാൻ ഗ്യാസ് അടുപ്പിന് അധികം സമയം വേണ്ടി വന്നില്ല. 60കളിൽ ആഡംബര ചിഹ്നമായി കുബേര ഭവനങ്ങളിൽ മാത്രം എത്തിയ ഫ്രിഡ്ജ് പെട്ടെന്ന് തന്നെ ജനകീയവും അടുക്കളയുടെ അത്യാവശ്യ ഘടകവുമായി മാറി. ഇതോടെ അപ്പോൾ പാചകം ചെയ്യുന്ന രീതി മാറി. കൂടുതൽ ദിവസങ്ങളിലേക്ക് ഉണ്ടാക്കി കുറേശ്ശെ എടുത്ത് വീണ്ടും ചൂടാക്കുന്ന അനാരോഗ്യമായ രീതി സാർവത്രികമായി. കിണറ്റിൽ നിന്നും വെള്ളം കോരി കുടങ്ങളിൽ എത്തിച്ച് ഉപയോഗിക്കേണ്ട ആയാസകരമായ പ്രയത്നം കുഴൽ വെള്ളം ഇല്ലാതാക്കി. കുഴലുകളിലെ ഈയം, മറ്റ് ലോഹങ്ങൾ, PVC തുടങ്ങിയവയുടെ സൂക്ഷ്മ തന്മാത്രകളെ സൃഷ്ടിക്കാതിരിക്കരുത്. അമ്മിക്കല്ല്, അരകല്ല്, ആട്ടുകല്ല്, ഉരല്, ഉലക്ക കൂട്ടത്തോടെ പുരാവസ്തുക്കളായി. പകരം മിക്സികൾ, ഫുഡ് പ്രോസസ്സുകൾ തുടങ്ങിയവ സ്ഥാനമേറ്റു. മൈക്രോവേവ് ഓവനുകൾ, ഡീപ് ഫ്രയറുകൾ, എയർ ഫ്രയറുകൾ തുടങ്ങിയ പുതുതലമുറക്കാർ പഴയവരെയെല്ലാം തുടച്ചു മാറ്റി. പലതിലും ചൂടാക്കാൻ
താപ ഊർജത്തിന് പകരം സൂക്ഷ്മ തരംഗങ്ങളെ ഉപയോഗിച്ച് തന്മാത്രകളെ പ്രകമ്പനം കൊള്ളിക്കും. തിരിച്ചറിയാൻ വയ്യാത്ത വല്ല പാർശ്വ പ്രദോഷങ്ങളും ഇതിനുണ്ടോ ആവും. മൺചട്ടികൾ, ചെമ്പ് ഓട്ട് പാത്രങ്ങൾ പ്രകടനം നിർത്തി. അലൂമിനിയം പാത്രങ്ങളും പിന്നെ ടെഫ്ലോൺ പൂശിയവരും അരങ്ങത്തെത്തി. വിവിധ ഇനം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെയും ഭക്ഷണത്തിന്റെയും വാഹകരായി, സംഭരണികളായി. പരിസ്ഥിതി മലിനീകരിച്ചത് കൂടാതെ അല്പം ദിവസവും ഉള്ളിൽ കടക്കുന്ന ഈ പ്ലാസ്റ്റിക് മനുഷ്യന്റെ മറ്റ് ജീവജാലങ്ങളുടെയും ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. മുഖ്യ ആഹാരമായി തവിടുള്ള കുത്തരിച്ചോറ് ശീലിച്ച കേരളീയർക്ക് തവിടുള്ള അരി കിട്ടാതായി. കേവലം അന്നജം മാത്രമല്ലാതെ മറ്റു ഒരു ഗുണവുമില്ലാത്ത വെള്ളച്ചോറും അല്ലെങ്കിൽ അതുപോലെ തന്നെ തവിടില്ലാത്ത ഗോതമ്പിന്റെ മാവും മൈദയും ഒട്ടും ആരോഗ്യദായകമല്ല. പരമ്പരാഗതമായി മധുരത്തിന് ഉപയോഗിച്ചിരുന്ന ശർക്കര, വെല്ലം തുടങ്ങിയവയ്ക്ക് പകരമായി അതിയായി സംസ്കരിച്ച് പഞ്ചസാര രംഗത്തെത്തി. കറന്നെടുത്ത പാലിന് പകരം പൊതിപ്പാലോ പാൽപ്പൊടിയോ പരക്കെ ഉപയോഗത്തിലായി. ഉള്ളി, മല്ലി, മുളക് പോലുള്ള ചില വ്യഞ്ജനങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം തൊടിയിൽ നട്ടു വളർത്തിയ മലയാളി കൃഷി കൈയൊഴിഞ്ഞ് വിഷത്തിൽ വളർത്തിയ അന്യസംസ്ഥാന വിളകളുടെ ഉപഭോക്താക്കളായി. മലയാളിക്ക് വേണ്ടി മാത്രം വിളയുന്ന തോട്ടങ്ങളെ പ്രാണികളും പറവുകളും ഒഴിവാക്കി. നല്ല രൂപഭംഗിയുള്ള പച്ചക്കറികളും ഫലങ്ങളും കൂടുതൽ കാലം കേടുകൂടാതിരിക്കുവാനും ആകർഷമാക്കുവാനും ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ പലതും ശരീരത്തിന് പൊരുത്തപ്പെടുവാൻ പറ്റാത്തതാണ്. ആഴ്ചകൾക്കും മാസങ്ങൾക്കും മുമ്പേ വലയിൽ കുടുങ്ങിയ മത്സ്യങ്ങളാണ് ഫോർമലിൻ, അമോണിയ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ അടുക്കളയിലെത്തുന്നത്. കേരള സമൂഹത്തിലെ മാംസത്തിന്റെ ഉപഭോഗം കുതിച്ചുയർന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. പണ്ടൊക്കെ ആഘോഷ ദിനങ്ങളിലോ അല്ലെങ്കിൽ വിരുന്നുകാരെത്തുമ്പോഴോ വിരളമായി ഉപയോഗിച്ചിരുന്നത് നിത്യ വിഭവമായി മാറി. മാംസത്തിന് വേണ്ടി മൃഗങ്ങളെ പരിപാലിക്കുന്ന രീതി നമുക്കില്ല. മറ്റ് യാതൊരു ഉപയോഗവും ഇല്ലാതെയാകുമ്പോൾ, പ്രയോജനവും ഇല്ലാതെയാകുമ്പോഴാണല്ലോ കശാപ്പ് ചെയ്യുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ കൊണ്ടുവരുന്ന മൃഗങ്ങളിലും കോഴികളിലും ഭക്ഷണയോഗ്യത അല്ലാത്തതും ഉണ്ടാകാൻ ഇടയുണ്ട്. 60കൾ വരെ പട്ടണങ്ങളിൽ ഒതുങ്ങിയിരുന്ന ബേക്കറികൾ ഏതാണ്ട് എല്ലാ നാൽക്കവലകളിലും എത്തി. ആഘോഷങ്ങൾക്ക് മാത്രം വീട്ടിൽ വന്നിരുന്ന കേക്ക്, അലുവ, പപ്സ്, ചിപ്സ് തുടങ്ങിയതും പല നിറവും രുചിയുമുള്ള ശീതള പാനീയങ്ങളും സ്ഥിരം താമസമായി വീട്ടുകാരെയും അതിഥികളെയും തൃപ്തരാക്കി. ഈ ബോർമക്കാരുടെ മൈദയിൽ പല പലഹാരങ്ങളും വീട്ടിൽ നിർമ്മിച്ച് പലരും പാചക ശിരോമണികളുമായി. 4 ആള് കൂടുന്നിടത്ത് സന്ധ്യയായാൽ ഉരുണ്ടുവരുന്ന തട്ടുകടകളുടെ വിഭവങ്ങളുടെ സ്വാദും വിലക്കുറവും പലരെയും ആകർഷിക്കും. പൊറോട്ട, ബീഫ് കറി തന്നെയാണ് താരം. എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ വിവിധ വിഭവങ്ങൾക്കും ആവശ്യക്കാരേറെയാണ്. തരംതാണ പാചക എണ്ണ പല ആവർത്തി ഉപയോഗിക്കുന്നതിലെ അപകടം അവഗണിക്കുന്നതായാണ് കാണുന്നത്. കേരളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഭക്ഷണശാലകളുടെ ബാഹുല്യം അതിശയിപ്പിക്കുന്നതാണ്. പട്ടണ ഗ്രാമ ഭേദമില്ലാതെ അത് സർവത്ര വ്യാപിച്ചിരിക്കുന്നു. ചൈനീസ്, അറേബ്യൻ, കോണ്ടിനെന്റൽ തുടങ്ങി ലോകത്തെ ഏത് രുചിയും ഇവിടെ പ്രാപ്യമാണ്. അധികായന്മാരായ അന്തർദേശീയ ഭക്ഷണ ശൃംഖലകളുടെ സാന്നിധ്യം ചെറുപട്ടണങ്ങളിലുമായി കഴിഞ്ഞു. ബർഗർ, ഹോട്ട് ഡോഗ്, പിസ്സ, ഷവർമ, കുഴിമന്തി, നൂഡിൽസ് തുടങ്ങിയവയോട് പിടിച്ചു നിൽക്കാൻ ദോശയ്ക്കും പുട്ടും പെടാപ്പാട് വിടുന്നു. തൊഴിലിന്റെ പല മേഖലയിലും സമയപരിധി കൃത്യമാക്കുവാൻ സാധിക്കാത്തതിനാൽ മിക്കവാറും പുറത്തെ ഭക്ഷണത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. കുടുംബമായി പുറത്തു പോയി കഴിക്കുന്നതും അല്ലാത്തപ്പോൾ വരുത്തി കഴിക്കുന്നതും സ്ഥിരമായ പൊതുശീലമായി മാറുന്നു. വീടുകളിലെ അടുക്കളകൾ അടുപ്പ് ചൂടാകാത്തത് കൊണ്ട് വളരെ ഭംഗിയായി സൂക്ഷിക്കുവാൻ പറ്റുന്നുണ്ട്.
വിദേശത്താണെന്നില്ല, സ്വദേശത്താണെങ്കിൽ പോലും മലയാളികളുടെ രുചി മുകളങ്ങൾക്ക് ആസ്വാദന മാറ്റം വന്നു കഴിഞ്ഞു. മാറ്റത്തിന്റെ അലകൾ ആരോഗ്യ രംഗത്ത് പ്രകടമാണ്. ജീവിതശൈലി രോഗങ്ങൾ യൗവനക്കാരിലും പരക്കെയായി. ഹൃദ്രോഗങ്ങൾ വളരെ കൂടി. പണ്ടൊക്കെ മാടനടിച്ച പേരിൽ കുറച്ചുപേരെ ഈ തലക്കെട്ടിൽ യമപുരി പോയിരുന്നുള്ളൂ. വൃക്കരോഗങ്ങൾ തുച്ഛമായിരുന്നു. അർബുദം അരശതാബ്ദം മുമ്പ് ഒരു വാർത്തയായിരുന്നു. തിരിച്ചുപോക്ക് അസാധ്യമായ വലിയൊരു ഒഴുക്കിൽ നമ്മൾ പെട്ടുപോയി. പരിഹാരത്തിന് വേണ്ടി നമുക്ക് ചിന്തിക്കാം. താങ്ക് യു. താങ്ക് യു ചാക്കോച്ചൻ. നല്ല വിഷയം, നല്ല ഇത് ഇത്രയൊക്കെ ചിന്തിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. നല്ല ആർട്ടിക്കിള്, നല്ല പ്രസന്റേഷന്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഓരോരുത്തരായിട്ട് ചിന്തിച്ച് പോകാം. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ എങ്കിലും അഭിപ്രായം പറയാം, ഒത്തിരി കൂടാതെ. ആദ്യമായിട്ടുള്ളത് മിസ്റ്റർ ജോൺ എളമത. ഞാനൊരു ലിസ്റ്റ് പോലെ എഴുതിയെടുത്തായിരുന്നു, അതനുസരിച്ചുള്ള മിസ്റ്റർ ജോൺ എളമത ആദ്യമായിട്ട് തുടങ്ങിക്കളയാം. എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും തുടങ്ങിക്കോ. അൺമ്യൂട്ട് ചെയ്യണം ജോൺ എളമത. എന്തോ? ജോൺ എളമത അൺമ്യൂട്ട് ചെയ്യണം. ശരി. എന്നാൽ ആർക്ക് വേണേലും തുടങ്ങാം, അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ഓരോരുത്തരെ കുറിച്ച് തന്നെ തുടങ്ങുന്നോ? ആരാ തുടങ്ങുന്നത്? വന്നല്ലോ, തുടങ്ങിക്കോ എന്നാ. ഇപ്പൊ കാണാമോ? കേക്കാവോ? കേക്കാം. നല്ല വിഷയമാണ്. ആനുകാലികമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കുഴപ്പമില്ല. മാറി വരുന്ന ഭക്ഷണശീലം, എനിക്ക് തോന്നുന്നത് നമ്മൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്നത്. നമ്മൾ പഴയ കാലത്ത് ഒരു 60കളിലൊക്കെ കഞ്ഞിയും ചോറ് അല്ലെങ്കിൽ അട അതുപോലെയുള്ള നാടൻ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ശീലിച്ച് വരും. അന്നത്തെ ആൾക്കാരൊക്കെ വളരെ അധ്വാനശീലരൊക്കെ ആയിരുന്നുകൊണ്ട് ഒരുമാതിരി ആരോഗ്യമുള്ളവരായിരുന്നു. പക്ഷെ വൈദ്യശാസ്ത്രം അത്ര വരാത്തതുകൊണ്ടാണ് അവരൊക്കെ കാലാകാലങ്ങളിൽ മരിച്ചു പോയെന്ന് വിചാരിക്കാം. പക്ഷേ ഭക്ഷണം കൊണ്ടുള്ള ആപത്തുകൾ അവർക്ക് കുറവായിരുന്നു. അവർ വ്യായാമവും നല്ല ഭക്ഷണവും കഴിച്ച് ജീവിച്ചു വളർന്നവരാണ്. അതേ മാതൃരാജ്യത്താണ് ഇന്ന് ഭക്ഷണത്തിന് വളരെ വ്യത്യാസം വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ ജനത പഴയ അരി ചോറ് സംസ്കാരത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ബർഗർ അല്ലെങ്കിൽ വേറെ ബിരിയാണിയുടെ ആഗമനം എന്ന് പറഞ്ഞാൽ പേർഷ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അത് ഒരു കുഴപ്പമില്ലാത്ത ഭക്ഷണമായിട്ട് മാറി. പക്ഷേ അത് ഇപ്പോൾ മറ്റു ഭക്ഷണങ്ങൾ വരുന്നു. ഷവർമ, ബീഫ്, പിന്നെ പൊറോട്ട. ഇതൊന്നും ആരോഗ്യ നിലവാരം പുലർത്തുന്ന ഭക്ഷണങ്ങളല്ല, അനാരോഗ്യം വിതയ്ക്കുന്ന ഭക്ഷണങ്ങളായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് ധാരാളം രോഗങ്ങൾ നമ്മുടെ കേരളത്തിൽ കൂടി വരുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള അർബുദങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും. അപ്പം പണ്ടുണ്ടായിരുന്ന ഭക്ഷണശീലത്തിൽ നിന്ന് കേരളത്തിൽ വ്യത്യാസം വന്ന് ഇന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ വളരെ ആരോഗ്യപ്രദം അല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതേസമയത്ത് അവിടുന്ന് ഇവിടെ കുടിയേറിയ നമ്മളൊക്കെ നല്ല ഭക്ഷണം കഴിക്കുന്നവരാണ്. ആരോഗ്യത്തെപ്പറ്റി നല്ല പരിജ്ഞാനമുള്ളവരാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്, നല്ല ഭക്ഷണം ഇവിടുത്തെ നമ്മൾ തിരഞ്ഞെടുത്ത്. ആദ്യ കുടിയേറ്റക്കാർ തീർച്ചയായിട്ടും, പിന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്ന കുടിയേറ്റക്കാരെ അവർ കുറെ കൂടെ കേരളത്തിലെ പോലെ ആയി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവർ തട്ടുകടയിൽ മിക്കവാറും ആരും കുക്ക് ചെയ്യാറില്ല. ഭാര്യയും ഭർത്താവും ജോലിക്കാർ, അവർക്ക് കുക്ക് ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് റെസ്റ്റോറൻറ്റുകളെല്ലാം കൂടി അവരും ഇപ്പോൾ കേരളത്തിലെ പോലെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇത്രയൊക്കെ പറയാൻ എനിക്കുള്ളൂ. പക്ഷെ നമ്മൾ ഒരു 65 മുതൽ മുകളിലോട്ടുള്ളവരൊക്കെ ഇപ്പോഴും അവർ ഇത്രയും ഇങ്ങനെ പോകുന്നത് നല്ല ഭക്ഷണം കഴിക്കുകയും ഭക്ഷണത്തെപ്പറ്റി ചിന്തിക്കുകയും നന്നായിട്ട് എക്സസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. നല്ലൊരു വിഷയം അവതരിപ്പിച്ചതിന് കളത്തൂരിലല്ലോ മിസ്റ്റർ ചാക്കോച്ചന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.
അടുത്തത് മിസ്റ്റർ ജോസഫ് പൊന്നോലി. ജോസഫ് പൊന്നോലി ഉണ്ടോ? Yeah. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ MC ചാക്കോ ഒരുക്കിയ വെർച്വൽ സദ്യക്ക് പ്രത്യേക നന്ദി. മലയാളികളുടെ മാറുന്ന ഭക്ഷണ സംസ്കാരം, അദ്ദേഹം നമ്മുടെ ഭക്ഷണ രീതി മാറുന്നതിനെ പറ്റിയും അത് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ പറ്റിയും കൂടുതൽ സൂചിപ്പിക്കുകയുണ്ടായി. ഏറ്റവും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ് മലയാളികൾക്ക് ഇന്ന് കേരളത്തിൽ ഇപ്പോൾ ഹോസ്പിറ്റൽസിൻ്റെ നമ്പർ കൂടിയിട്ടുണ്ട്. അത് ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നതായിട്ടാണ് ഗവൺമെൻറ് വാദിക്കുന്നത്. പക്ഷേ അത് നമ്മുടെ അനാരോഗ്യത്തിനെ സൂചിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണവും ശ്രീ MC ചാക്കോ പറയുകയുണ്ടായി. ഇന്ന് കേരളത്തിൽ ഉടനീളം എവിടെ പോയാലും ഭക്ഷണശാലകൾ കൂടുന്നു. നമ്മുടെ പരമ്പരാഗത ഭക്ഷണ രീതി മാറിയിട്ട് മറ്റ് ഫാസ്റ്റ് ഫുഡും ബർഗറും മറ്റും നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നു. അതേസമയം നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ മലിനീകരണമുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വെജിറ്റബിൾസ് അതിൽ കെമിക്കൽസ് കൂടുതലുണ്ട്. അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, തമിഴ്നാട്ടിൽ നിന്നും മറ്റും വരുന്ന ഓറഞ്ചസും മറ്റുമാണ്. ഓറഞ്ചസ്, ഗ്രേപ്സ് അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സായിട്ട് ഉപയോഗിക്കുന്നത്. പണ്ട് മാമ്പഴവും വാഴപ്പഴവും മറ്റും നമ്മൾ ഉണ്ടാക്കിയിരുന്ന നമ്മുടെ പറമ്പിൽ തന്നെ നമ്മൾ നട്ടു വളർത്തിയിരുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും അതെല്ലാം മാറി ഇപ്പോൾ നമ്മൾ കടകളെ ആശ്രയിക്കുന്നു. അവിടെയെല്ലാം ഈ മലിനീകരണം കൂടുതലായിട്ടുണ്ട്. അത് മലയാളിയുടെ ആരോഗ്യത്തെ പ്രത്യേകം ബാധിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ മലയാളികളുടെ ഇടയിൽ ക്യാൻസർ, ഹാർട്ട് ഡിസീസസ്, ഡയബറ്റീസ് കൂടുന്നുണ്ട്. ഷുഗർ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. മിസ്റ്റർ ചാക്കോ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ചക്കരയും മറ്റുമൊക്കെ അതിന് വെല്ലവും ഉപയോഗിച്ചിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ പ്രോസസ്ഡ് ഷുഗർ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കാരണം ഡയബറ്റീസും ഇൻസുലിൻ റെസിസ്റ്റൻസും കൂടുന്നു. ഈ മലിനീകരണം കാരണം ക്യാൻസർ, കിഡ്നി രോഗം, ലിവർ പ്രോബ്ലംസ്, ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസ്, അങ്ങനെ രോഗങ്ങൾ കൂടുകയാണ്. ഇതിനെല്ലാം ഈ ഭക്ഷണ രീതിയിലെ മാറ്റങ്ങൾ കാരണമാകുന്നു എന്ന് ശ്രീ MC ചാക്കോ വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ കൂടുതൽ ആകുലരായിരിക്കേണ്ടിയിരിക്കുന്നത്. അതിനെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ച് ഷുഗറിൻ്റെ ഇൻടേക്കും അതുപോലെ സോൾട്ടിൻ്റെ ഇൻടേക്കും. സോൾട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ബ്ലഡ് പ്രഷർ കൂടുന്നു. അത് മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നു. പ്രത്യേകിച്ച് അൾഷേമേഴ്സും ഡിമെൻഷ്യ എന്നുള്ള രോഗവും അത് കേരളത്തിൽ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും ഓർമ്മശക്തി നശിക്കുന്നു. അവസാനം അത് അൾഷേമേഴ്സും ഡിമെൻഷ്യ ആയിട്ട് മാറുന്നു. അവസാനം അത് പരാലിസിസിനും അവസാനം മരണത്തിലേക്കും അതിന് കാരണമാകുന്നു. അപ്പം ഇതെല്ലാം നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കാനായിട്ട് ശ്രീ MC ചാക്കോയുടെ ലേഖനവും പ്രഭാഷണവും പ്രയോജനമായി. അതിന് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി. താങ്ക് യു. അടുത്തായിട്ട് മിസ്റ്റർ ജെയിംസ് ചിറത്തലാട്ടിന്റെ പേരാണുള്ളത്. മിസ്റ്റർ ജെയിംസ് ചിറത്തലാട്ട്. കേൾക്കാമോ? ഓക്കെ സാറേ, താങ്ക് യു. കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ MC ചാക്കോ സാറിന്റെ ഇന്നിവിടെ അവതരിപ്പിച്ച വിഷയം
വളരെ അവസരോചിതമാണ് ഭക്ഷണ സംസ്കാരത്തെ സംബന്ധിച്ചുള്ളത്. മലയാളിയുടെ ഭക്ഷണ സംസ്കാരം എന്ന് പറയുന്നത് നിർത്തിയത് യഥാർത്ഥത്തിൽ അത് മനുഷ്യവംശത്തിന്റെ ഭക്ഷണ സംസ്കാരവുമായി മാറുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. ആഗോളതലത്തിൽ തന്നെ ഒരു വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമായിട്ട് ഭക്ഷണത്തിന്റെ രീതികൾ, ഭക്ഷണശീലം വരുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. നമ്മൾ സംസാരിച്ചു വന്നത് കേരളത്തിലെ ഭക്ഷണശീലവും മലയാളിയുടെ മാറുന്ന ഭക്ഷണ സംസ്കാരവും. ഭക്ഷണശീലവും ഭക്ഷണ സംസ്കാരവും രണ്ട് വിഷയം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭക്ഷണശീലം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് പൗരാണികമായി ലഭിച്ചിരുന്ന വസ്തുക്കളുടെ സാധാരണഗതിയായ ഉപയോഗവും അതിന്റെ രുചിക്കൂട്ടുകളും. ഭക്ഷണ സംസ്കാരം എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് കടന്നു വരുന്ന തദ്ദേശീയമല്ലാത്ത കാര്യങ്ങളുടെ സ്വാധീനം. അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പേർഷ്യൻ സംസ്കാരം, അതോടൊപ്പം കോണ്ടിനെന്റല്, അതോടൊപ്പം മറ്റ് ചൈനീസ് ഭക്ഷണ രീതികൾ, ഇതെല്ലാം കാലാകാലങ്ങളിൽ ഇവിടെ പല കാരണങ്ങൾ കൊണ്ട് കൊളോണിയലിസത്തിന്റെ ഇതുകൊണ്ടും വാണിജ്യങ്ങൾ വന്നതുകൊണ്ടുമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതൊക്കെ ആണ് സംസ്കാരമായി നമ്മുടെ സംസ്കാരമായിട്ട് അവരുടെ സംസ്കാരം മിങ്കിൾ ചെയ്യുന്ന ഒരു പ്രത്യേക അവസ്ഥ തന്നെയാണ്. അതിനൊന്നും തടയിടാൻ നമുക്ക് സാധിക്കേണ്ട കാര്യവുമില്ല. അതിൽ കൊള്ളാവുന്നത് കൊള്ളുകയും വേണ്ടാത്തത് വേണ്ട എന്ന് വയ്ക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കോമൺ സെൻസിൽ വരുന്ന കാര്യമാണ്. പക്ഷെ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ പൗരാണിക കേരളത്തെ സംബന്ധിച്ച് നമ്മൾ എന്തുമാത്രം പുറകോട്ട് പോയി ചിന്തിക്കുമെന്നുള്ളതാണ് ഒരു വിഷയം. നമുക്കറിയപ്പെടുന്ന ഏതാണ്ട് കൃത്യതയോടുകൂടിയുള്ള ചരിത്രം എന്നൊരു 10-ാം നൂറ്റാണ്ട് മുതൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പല വംശജര്, പിന്നെ ജാതി വ്യവസ്ഥയൊക്കെ നിലനിന്നത് കൊണ്ട് കീഴ്ജാതിയും മേൽജാതിയും ഒക്കെ വ്യത്യസ്തമായ ഭക്ഷണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. കാട്ടിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളും മത്സ്യം, അതുപോലെ പുഴയിൽ നിന്ന് കിട്ടുന്ന മത്സ്യവും, അതോടൊപ്പം മൃഗങ്ങളെ വേട്ടയാടിയും ഒക്കെയാണ് കീഴ്ജാതി വംശജര് കഴിഞ്ഞിരുന്നത്. പക്ഷെ കുറച്ചുകൂടെ മറ്റു വംശജര് കഴിഞ്ഞിരുന്നത് കൃത്യമായിട്ടും വെജിറ്റേറിയൻ ഫുഡിലേക്കാണ് നീങ്ങിയത്. പഴങ്ങളും പച്ചക്കറികളും, ലഭ്യമായ പച്ചക്കറികളും അരിവർഗ്ഗങ്ങളും ഒക്കെയാണ് അന്ന് ഭക്ഷിച്ചിരുന്നത്. തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയാണ്, ശീലങ്ങളായ രണ്ട് ഭാഗത്തും ഉണ്ടായിരുന്നത്. കാലാകാലങ്ങളിൽ ആണ് ഏതാണ്ട് 17-18 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് എല്ലാവരും ഏതാണ്ട് ഒരു തരത്തിലുള്ള ഒരു ഭക്ഷണ രീതിയിലേക്കും ഭക്ഷണ സംസ്കാരത്തിലേക്കും വന്നത്. അതാണ് മറ്റു വൈദേശിക സ്വാധീനമെന്ന് ഞാൻ പറയാൻ കാരണം. അതിൻ്റെ അത് നന്മയും തിന്മയും ഉണ്ട് എന്ന് പറയുമ്പോഴും എല്ലാവർക്കും ഭക്ഷണം ലഭ്യമാകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. പുതിയ കൃഷി രീതികളും പുതിയ ഭക്ഷണ ക്രമീകരണ രീതികളും എല്ലാം കടന്നു വരുന്നു. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് മിഷണറിമാരുടെ കടന്നുവരോടുകൂടി നമ്മൾ ബ്രസീലിൽ നിന്നൊക്കെ കപ്പ എന്നുള്ള വളരെ അധികം വേഗം വളരുകയും കേരളത്തിന് ചേരുന്ന തരത്തിലുള്ള കപ്പ പോലുള്ള ഭക്ഷ്യവസ്തുക്കൾ വരികയും അത് ഒരു വിഭാഗം മനുഷ്യർ മാത്രം ഉപയോഗിക്കുകയും അതിനെ ആക്ഷേപത്തോട് കാണുകയും ഉളക്കിഴങ്ങ്, പിന്നെ കൊള്ളി, കപ്പ, അങ്ങനെ പല വിധത്തിലുള്ള ഒരു പേരിട്ട് വിളിക്കുകയും അത് കഴിക്കുന്നവരെ ആക്ഷേപത്തോട് കാണുകയും ചെയ്യുന്നൊരു രീതി കേരളത്തിൽ നിലവിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വംശജര് അത് ധാരാളമായി ഉപയോഗിക്കുകയും മീനും വെച്ച് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോഴും അത് ഉപയോഗിക്കുവാൻ ബ്രാഹ്മണ വംശജർ തയ്യാറായിരുന്നില്ല. അത് ഉപയോഗിക്കുന്നവരെ പൂളന്മാർ എന്നുള്ള രീതിയിൽ കളിയാക്കിയിട്ടുമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ കപ്പയും മീനും തമ്മിലുള്ള ആ കോമ്പിനേഷൻ, അതിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ, മീനിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ തീർച്ചയായിട്ടും ബൗദ്ധിക വളർച്ചയ്ക്ക് ഒത്തിരി ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ അതും അന്ന് പുറത്തുനിന്ന് വന്ന കപ്പ ഒരു പരിധി വരെ കേരളത്തിന്റെ ബൗദ്ധിക നിലവാരം ഉയർത്തുവാൻ മീനോട് അവരുടെ ഇറച്ചിയോട് ഉൾപ്പെടെ കഴിച്ചപ്പോൾ ഉണർത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ്, അതാണ് സത്യം. പിന്നീട് ഇനി കടന്നു വരുമ്പോൾ ഈ 20-ാം നൂറ്റാണ്ടുകളിലാണ് ഇപ്പം നമുക്ക് ഈ പ്രശ്നം ഫാസ്റ്റ് ഫുഡിന്റെ വിഷയങ്ങളാണുള്ള ഇപ്പം നമ്മളെ ശല്യമായിട്ട് കാണുന്നതും ആരോഗ്യ പ്രശ്നങ്ങളായിട്ടും നമ്മൾ പറയുന്നത്. വാസ്തവത്തിൽ അതൊന്നും ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോഴും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി 19-ാം നൂറ്റാണ്ട് വരെ 35-ഉം 40-ഉമായിരുന്നു എന്നുള്ളത് ഇന്നിപ്പോൾ 75 വരെ എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് മലയാളിയുടെ 75-78 എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നുള്ളത് ഭക്ഷണ സംസ്കാരം മോശമായി അതുകൊണ്ട് നമുക്ക് മരണത്തിന് കീഴടങ്ങുന്നു എന്നുള്ള ആ ചോദ്യം നിൽക്കുമ്പോൾ തന്നെ അതിന് പരിപൂർണമായ സത്യമുണ്ടെന്ന് വിശ്വസിക്കാനും പ്രയാസമുണ്ട്. ഒന്നത് മേന്മയേറിയ ഭക്ഷ്യവസ്തുക്കൾ എല്ലാവർക്കും ലഭ്യമാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് മാറി ഒരു ആരോഗ്യകരമായ ഒരു അവസ്ഥ ശരീരത്തിന് കിട്ടുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതിന്റെ സൈഡ് എഫക്റ്റ് എന്ന രീതിയിൽ പല ഭക്ഷണങ്ങൾ കഴിക്കുന്നുള്ള സൈഡ് എഫക്റ്റ് എന്ന രീതിയിൽ മറ്റ് ഹൃദ്രോഗങ്ങൾ, ക്യാൻസർ, ഡയബറ്റീസ് ഇതെല്ലാം ഉണ്ടാകുമ്പോഴും
അതിന് വേണ്ടുന്ന ചികിത്സാ രീതികൾ വളർത്തിയെടുക്കുവാൻ ശാസ്ത്രം ഒരു സഹായമായി നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായും ലൈഫ് എക്സ്പെക്ടൻസി കൂടുകയും ജീവിതമുള്ള പ്രതീക്ഷയും ആഭിമുഖ്യവും വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു നമ്മൾ അവഗണിച്ചിട്ട് കാര്യമില്ല. ഇതെല്ലാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മലയാളിക്ക് മാത്രമായ ഒരു ഭക്ഷ്യ സംസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ എക്സ്റ്റൻഷൻ പോകുന്നത് ഗ്ലോബൽ ലെവലിലാണ് പോകുന്നത്. നമുക്കിനി ഒരിക്കലും ആ മലയാളിയുടെ തനത് രുചിക്കൂട്ടുകളിലേക്ക് ഓർമ്മകളിൽ ചെപ്പെടുത്ത് വെച്ച് ആസ്വദിക്കാം എന്നുള്ളതല്ലാതെ പരിപൂർണമായും ആ അർത്ഥത്തിൽ തന്നെ തിരിച്ചു പോവുക അസാധ്യമാണ്. കാരണം നാം തന്നെ മലയാളികൾ ലോകം എത്തിയതുപോലെ തന്നെ അവിടുത്തെ രുചിഭേദങ്ങളുമായി ഒത്തുപോകുന്നത് പോലെ തന്നെ നാം ഇതിനെല്ലാം വിധേയരാകേണ്ടി വരും. ഒരു പരിധിവരെ കീഴടങ്ങേണ്ടി തന്നെ വരും. സ്വാഭാവികമായിട്ടും അത് ഗുണമാണോ തെറ്റാണോ ശരിയാണോ എന്നുള്ളതൊക്കെ കാലാകാലങ്ങളിൽ നമുക്ക് അനലൈസ് ചെയ്യാം. അനലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ പ്രബന്ധം ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. വളരെ കൃത്യമായ ഒരു ടോർച്ച് മിന്നിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ആ വാണിംഗ് എത്രയും ഹൃദ്യമാണ്. അത് അഭിനന്ദനാർഹമാണ്. പ്രത്യേകം നന്ദി. നമസ്കാരം. താങ്ക് യു. അടുത്ത മിസ്റ്റർ തച്ചാറയാണ്. ഹലോ, ഐ എം സോറി. ജെയിംസ്. ജെയിംസ്, താങ്ക് യു. താങ്ക് യു, ജെയിംസ്. നെക്സ്റ്റ് മിസ്റ്റർ തച്ചാറ. മിസ്റ്റർ തച്ചാറ മ്യൂട്ടിലാണ്. എന്ന് ചാറ്റ് ചെയ്യാൻ നോക്കുവാണ്. ഹലോ മിസ്റ്റർ തച്ചാറ. അദ്ദേഹം അൺമ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ശ്രമിക്കാനും ആളിലേക്ക് കിടക്കാം. ഹലോ, ഇപ്പൊ കേക്കാമല്ലോ? കേക്കാം, ഇപ്പം കേക്കാം. ആകപ്പാടെ പ്രശ്നത്തിലായിപ്പോയി. പ്രശ്നമാണല്ലോ. എം സി ചാക്കോയുടെ മലയാളിയുടെ മാറുന്ന ഭക്ഷണ സംസ്കാരം എന്ന ലേഖനം വളരെ നന്നായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മളുടെ ഭക്ഷണശീലം, യഥാർത്ഥത്തിൽ നമ്മുടെ ഭക്ഷണശീലം മാറേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളുടെ ജീവിത ശൈലി മാറിപ്പോയി. നമ്മൾ പണ്ട് കഴിച്ചിരുന്ന അത്രയും ഭക്ഷണം ഇപ്പോൾ കഴിക്കേണ്ടി വരുന്നില്ല. കാരണം നമ്മൾ അതുപോലെ അധ്വാനിക്കുന്ന, അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇവിടെയും നടക്കുന്ന ആ രീതിയിൽ നിന്ന് മാറി മോട്ടോർ സൈക്കിള്, കാറ് ഇവയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ ഭക്ഷണശീലം നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ. കാരണം ഈ അന്ന് കഴിച്ചിരുന്നത് പോലെ ഈ ഒരു കുന്ന് ചോറൊക്കെ ഉണ്ട് ഇപ്പോഴും നടന്നാൽ നമ്മുടെ കുടവയറും അനുബന്ധ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത സ്വാഭാവികമായിട്ടുണ്ടാവും. അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം. പിന്നെ നമുക്ക് കേരളത്തിൻ്റെതായ ഒരു ഭക്ഷണ രീതി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പണ്ടേ. നമ്മൾ പിന്നെ വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് അഡോപ്റ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഭക്ഷണശീലമാണ് പിന്നെ ഒരു 100-ഓളം കടന്നുപോയത്. അപ്പൊ ആ ഭക്ഷണശീലത്തിൽ വളരെ നല്ല എലമെന്റ്സ് ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മലയാളികൾ മിക്കവാറും ഒക്കെ ഈ ഒരു 18 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് പുറത്തിട്ട് ചാടുന്ന ഒരു ലോകമാണല്ലോ. ഈ ലോകത്ത് സ്വാഭാവികമായും ആ ഭക്ഷണ രീതിയൊക്കെ പിടിച്ചു നിർത്താനൊക്കെ പാടായിരിക്കും. ആ ഭക്ഷണ രീതി പിടിച്ചു നിർത്തണം എന്നുള്ള വാശി പിടിക്കേണ്ട കാര്യവുമില്ല. അതുമൊക്കെ ഇടയ്ക്ക് പരീക്ഷിക്കുക, അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നല്ല കാര്യമാണ്. അത് എങ്ങനെയെങ്കിലുമൊക്കെ നിലനിർത്താൻ സാധിക്കുന്നത് നല്ലതാണ്. കാരണം മറ്റു രാജ്യങ്ങളിലുള്ളവർക്കും ഇന്ത്യൻ ഫുഡ്, ഇവിടെ ഈ അമേരിക്കയിലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലാണെങ്കിലും ഇടയ്ക്കൊക്കെ ഫോറിനേഴ്സ് വന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്യാറുണ്ട്. അത് പക്ഷേ എരിവൊക്കെ കുറച്ചുണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിലും. അപ്പം അത് നമുക്ക് കീപ്പ് ചെയ്യാം. പക്ഷെ മറ്റത് ഫാസ്റ്റ് ഫുഡ് നമ്മൾ അങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളുടെ ജീവിത ശൈലിയിൽ
ഈ ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുമില്ല. അതാണ് നമ്മുടെ ഒരു പ്രതിസന്ധി. പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം ഭീകരമായ ഒരു ഗവൺമെന്റിന്റെ ഇടപെടലുകൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സത്യം ഈ ഇന്ത്യയിൽ അത് നമ്മളിപ്പം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതെന്താന്ന് ചോദിച്ചാൽ ഇപ്പം വിറകടുപ്പിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടി വരുമോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഓരോ ദിവസവും ഇങ്ങനെ ഈ ഗ്യാസ് കുറ്റിക്കൊക്കെ വില കൂട്ടിക്കൊണ്ടിരിക്കുക, താങ്ങാനാവാത്ത രീതിയിലാണ് ഇപ്പം അടുക്കള സംസ്കാരം നിലനിർത്തേണ്ടി വരുന്നത്. അപ്പൊ അതൊക്കെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു പ്രശ്നമാണ്. ഇപ്പം കേരളത്തിലാണെങ്കിലും കേരള ഗവൺമെന്റ് ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട് ആക്ച്വലി എടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. നിലപാട് എടുക്കുന്നില്ല എന്ന് വെച്ചാൽ വായിക്കകത്ത് ഒത്തിരി പറയുന്നുണ്ടാവും. പക്ഷേ ഈ അവരുടെ നെല്ലൊക്കെ ഈ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തക്കതായ സമയത്ത് അതിന്റെ പൈസയൊക്കെ കൊടുക്കാതെ ഈ നെൽ കൃഷിയിൽ നിന്നുമൊക്കെ മനുഷ്യനെ വിരക്തരാക്കുന്ന ഒരു സംസ്കാരം ഇപ്പം കേരളത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഭയങ്കരമായ രീതിയിൽ കൃഷിയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് നിർബന്ധിക്കുക. കാരണം ഈ കൃഷി ചെയ്ത് ലാഭമില്ലാതെ ആക്കുന്ന ഒരു ഗതികെട്ട ഒരു അവസ്ഥ കൃഷിക്കാർക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഇപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ ആണെങ്കിലും ഈ കൃഷി സമരം എത്ര വർഷങ്ങൾ നമ്മൾ നീണ്ടുപോയി. എന്നിട്ട് പോലും ഈ കർഷകന്റെ പ്രശ്നങ്ങളെ വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്യാൻ നമ്മുടെ ഗവൺമെന്റുകൾക്ക് സാധിക്കാതെ വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഈ പറയുന്ന നമ്മളുടെ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഭക്ഷണശീല സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി MC ചാക്കോ താങ്കളുടെ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയാൽ അത് കുറേ കൂടെ നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ ഞാൻ ഈ ഭക്ഷണ കാര്യങ്ങൾ ഒത്തിരി ശ്രദ്ധിക്കാറില്ലാത്ത ഒരു വ്യക്തി ആണ് എന്നതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെറും പ്രാഥമികമായ കാര്യങ്ങളായി മാത്രം എടുത്താൽ മതി. വിവരമുള്ള ഭക്ഷണത്തെ പറ്റിയും കൃഷിയെ പറ്റിയൊക്കെ വിവരമുള്ള ആളുകളും ഒക്കെ ആയിട്ട് സംസാരിച്ച് അവരിൽ നിന്ന് കൂടുതൽ ആശയങ്ങൾ ശേഖരിക്കുന്നതായിരിക്കും ബുദ്ധി. ഞാൻ പറയുന്നത് വെച്ചോണ്ട് അങ്ങനെ തട്ടരുത് എന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച് മിസ്റ്റർ തച്ചാറ. ഇനി അടുത്തതായിട്ട് ഒരു മിസ്റ്റർ രവി രാജ, രവി ആൻഡ് ഉമ രാജ, പ്ലീസ്. വരാൻ കുറച്ച് നേരം വൈകി. ചെറിയ കുട്ടികളുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിന് പോകേണ്ടി വന്നു. ഗ്രാൻഡ് ചിൽഡ്രൻ്റെ ഈ പകുതിയിലധികം കേട്ടു. സംഭാഷണം നമ്മളെല്ലാവരും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് എല്ലാ കാര്യത്തോടും യോജിക്കും. കാരണം ഭക്ഷണ രീതികൾ മാറേണ്ടത്. പക്ഷേ വേറെ 2-3 പേര് പറഞ്ഞ മാതിരി ജീവിത രീതി അതിലധികം മാറേണ്ടത്. അപ്പോൾ ഭക്ഷണം മാറിയത് കൊണ്ട് മാത്രം അല്ല നമ്മുടെ ദേഹത്തിനോ മനസ്സിനോ സമൂഹത്തിനോ വരും. അതൊരു പ്രധാന കാരണമാണ് ഭക്ഷണം മാറുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ജീവിത രീതി മാറുന്നത് നാട്ടിൽ മാത്രമല്ല, ലോകം മുഴുവൻ. ഇവിടെ നോക്കിക്കോളൂ, നിറച്ച് ചെറുപ്പക്കാരും എല്ലാവരും വീട്ടിൽ നിന്ന് വെച്ചാണ് ജോലി എടുക്കുന്നത്. നാട്ടിലും അതെ, ഇവിടെ അതെ. അവര് എണീറ്റ് നടക്കാനും കൂടി സമയം എടുക്കുന്നില്ല. 24 മണിക്കൂറിൽ ഇല്ലെങ്കിലും 14 മണിക്കൂറും 20 മണിക്കൂറൊക്കെയാണ് നാട്ടിൽ കുറേ ആൾ ജോലി എടുക്കുന്നത്, വീട്ടിൽ വെച്ച് കസാലയിൽ ഇരുന്നു കൊണ്ട്. അപ്പം എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും അവർക്കൊക്കെ അസുഖങ്ങൾ പലതും വന്നുകൊണ്ടിരിക്കും. എന്താ കാരണം വെച്ചാൽ വ്യായാമം എന്ന് പറഞ്ഞ് നടക്കുകയാണെങ്കിലും ട്രെഡ്മില്ലാണെങ്കിലും സ്വിമ്മിംഗ് പൂളിലാണെങ്കിലും എന്തെങ്കിലും ദേഹം അനങ്ങണം, അത് നടക്കുന്നില്ല. അതൊരു കാര്യം. വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കി, ഞാൻ എല്ലാ കൊല്ലം ഞങ്ങൾ നാട്ടിൽ പോകും. ഞാൻ ഇവിടെ വന്നിട്ട് 52 ചില്ലാനം കൊല്ലമായിരുന്നു. പക്ഷെ എല്ലാ കൊല്ലം നാട്ടിൽ പോകും, കോവിഡ് ഒഴികെ. വേറൊരു കാര്യം ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ നാട്ടിലെ പഴയ ആളുകൾ കുറേ ആൾ ലോഞ്ചവിറ്റി അധികമായിട്ടുണ്ട്. 90-91 വയസ്സായിട്ട് ജീവിച്ചിരിക്കുന്നവരുണ്ട്, ഫാക്കൽറ്റി നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരിപ്പോഴും
ഭക്ഷണം നന്നായിട്ട് സൂക്ഷിച്ച് കഴിക്കും, കുറച്ചേ കഴിക്കുള്ളൂ, അമൗണ്ട് വീട്ടിൽ നടക്കും, വേറെ എങ്കിലും വയ്യെങ്കിൽ പലതും ചെയ്യും. ചെറുപ്പക്കാർ അതേ സമയത്ത് ഞാൻ ഒബ്സർവ് ചെയ്തതാണ് നാട്ടിൽ പോകുമ്പോൾ, വീട്ടിൽ വെച്ച് ജോലി എടുക്കുന്നവർ ഒരു എക്സസൈസും ഇല്ല, കണ്ടതൊക്കെ അയച്ചു വരുത്തിയിട്ടോ എന്താ വെച്ചാൽ കഴിക്കും. ഇവിടെയുള്ള പിന്നെ ഒരു വ്യത്യാസം, അവർക്കൊക്കെ ധാരാളം പണമുണ്ട്. ശമ്പളം നമ്മളൊക്കെ മേടിച്ചതിലും 10 ഇരട്ടിയാണ് അവരുടെ മാസ ശമ്പളം, അല്ലെങ്കിൽ 20 ഇരട്ടി. അപ്പോൾ അവർക്ക് അഫോർഡ് ചെയ്യാം. ദേ ആർ ഡൂയിങ് ദാറ്റ്. മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. വേറൊരു സാധനം ഞാൻ കാണുന്നത് വെച്ചാൽ, നാട്ടിൽ എല്ലാവരും ഷുഗറുണ്ട്, പ്രഷറുണ്ട്, BP ഉണ്ട്, ഭാര്യനെ പേടിയും ഭർത്താവിനെ പേടിയല്ല, ബ്ലഡ് പ്രഷർ ഉണ്ട് പറയുന്നുണ്ട്, ഷുഗർ ഉണ്ട് പറയുന്നുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവയർനെസ് ഉണ്ട്. പിന്നെ ആരോ പറഞ്ഞു കുറേ ആസ്പത്രി വന്നിട്ടുണ്ട്. ആസ്പത്രികളും ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയും ലോകം മുഴുവൻ നമ്മളെക്കൊണ്ട് ഗ്ലൂക്കോസിന് മരുന്ന് കഴിപ്പിക്കുക, കൊളസ്ട്രോളിന് മരുന്ന് കഴിപ്പിക്കുക, അതൊന്നും ചെയ്യിക്കുന്നുണ്ട്. കാരണം ഈ വ്യായാമമൊന്നും ഇല്ലാത്തവർക്ക് അത് കഴിച്ചില്ലെങ്കിൽ അതൊക്കെ അറിയാവുന്നുണ്ട്. അപ്പം ഇതൊക്കെ പാടെ ഒരു സർക്കിളിൽ പോകണം. ഭക്ഷണം ശരിയാക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അതുകൊണ്ട് മാത്രം ആരോഗ്യസ്ഥിതിയോ നമ്മുടെ ജീവിത രീതിയോ മാറ്റാതിരുന്നാൽ നടക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അതെൻ്റെ എളിയ അഭിപ്രായം. Thank you very much, Mr. Raj. Your wife want to say something? എന്തെങ്കിലും പറയാനുണ്ടോ? നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു, നല്ല പ്രബന്ധം. പിന്നെ ഓരോ പോയിന്റ്സും എടുത്ത് പറഞ്ഞിട്ടുണ്ട് ചാക്കോ സാറ്. അതെനിക്ക് ഇഷ്ടമായി, നല്ല എടുത്ത് വിസ്തരിച്ച് പറഞ്ഞ്, പിന്നെ കേട്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ശൈലിയും. അതുകൊണ്ട് എനിക്ക് ആ പ്രബന്ധം നല്ല ഇഷ്ടമായി. പക്ഷെ ചില പോയിന്റ്സ് എനിക്ക് തോന്നിയത് ഇതുമാതിരി എന്താണ് നമുക്ക് എന്താ പറയണ്ടേ, ഇവിടെ എഴുതി വെച്ച മലയാളിയുടെ മാത്രം ഭക്ഷണ സംസ്കാരമാണോ? ഇത് ലോകം മുഴുവൻ ഇതൊക്കെ തന്നെയല്ലേ നടക്കുന്നത്? കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവൻ ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. മാറുന്നുണ്ട് ഭക്ഷണ സംസ്കാരം. പിന്നെ നമ്മുടെ ഓരോ തലമുറ അങ്ങടേക്ക് പോകുന്തോറും ഇപ്പം വളരെ നമ്മുടെ 2 തലമുറ മുമ്പുള്ളവർ നമ്മളെ പറ്റിയും ഇതുമാതിരി പറഞ്ഞിട്ടുണ്ടാവും. ഭക്ഷണമാവില്ല, വേറെ കാര്യങ്ങളാവും. എനിക്കറിയാം, എൻ്റെ മുത്തശ്ശിയമ്മ, എൻ്റെ അമ്മമ്മയുടെയും അമ്മ, അന്ന് ഞങ്ങളുടെ കോവിലത്തൊന്നും ഒരു ലൈറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളൊക്കെ വളരുന്ന കാലത്ത്. ഞാൻ അച്ഛൻ്റെ തറവാട്ടിൽ വളർന്നുകൊണ്ട്, അത് കോഴിക്കോട്ടാവുകൊണ്ട് കുറച്ചും കൂടി അവിടെ പുരോഗമനം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാവുകൊണ്ട് കുറച്ച് ലൈറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ലൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വെക്കേഷനിൽ ഞങ്ങളുടെ തറവാട്ടിൽ അവിടെ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ മുത്തശ്ശിമ്മയൊക്കെ പറയാറുണ്ട്, അയ്യോ ഈ കുട്ടികളിൽ ലൈറ്റിൻ്റെ അടിയിൽ ഇരുന്നിട്ട് അത്ര പഠിക്കുകയൊക്കെ ചെയ്യണം, ഇവരെ കണ്ണൊക്കെ എന്താവും കുറച്ച് കഴിയുമ്പോഴേക്ക് എന്നൊക്കെ അന്ന് എൻ്റെ മുത്തശ്ശിമ്മ ചോദിച്ചായിരുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുമാതിരിയല്ലേ നമ്മുടെ അടുത്ത തലമുറയിനൊക്കെ പറ്റി വിചാരിക്കണോ? ഭക്ഷണ സംസ്കാരം മാറുന്നുണ്ട് എന്നുള്ളത്, കേരളത്തിൽ മലയാളിയുടെ ഭക്ഷണം ഇതൊക്കെ ചിന്തകളും പിന്നെ ചിട്ടകളും ഒക്കെ മാറുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അടുത്ത തലമുറയും അതിൻ്റെ അടുത്ത തലമുറയും പറ്റി വിചാരിക്കുമ്പോൾ ഓരോ തലമുറയിലും പല മാറ്റങ്ങളും വരുന്നില്ലേ? അപ്പം അത് നമ്മുടെ ആ ഇതിന് സമ്പ്രദായത്തിനനുസരിച്ചിട്ട് അങ്ങടേക്ക് പോകുന്തോറും പലതും നമുക്ക് പഴയതൊക്കെ വേണ്ടാക്കേണ്ടി വരും, പുതിയ ശീലങ്ങൾ ആക്കേണ്ടി വരും. പക്ഷെ ഓഫ് കോഴ്സ് സാറ് പറഞ്ഞ മാതിരി ആ നല്ല കാര്യങ്ങൾ അതിലത്തെ നല്ലതെടുത്തിട്ട് കുട്ടികൾ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ അടുത്ത തലമുറ കുറച്ചും കൂടി നന്നാവും. പിന്നെ ലോഞ്ചിവിറ്റി കൂടുന്നത് അത് ചിലപ്പോൾ എനിക്കൊരു ശാപം തന്നെയാണോ ഈ ലോഞ്ചിവിറ്റി കൂടുന്നത് തോന്നുന്നുണ്ട്. സൂക്കടൊക്കെയായിട്ട് ജീവിച്ചിരിക്കുകയെന്ന് വെച്ചാൽ ദാറ്റ്സ് റിയലി ഗുഡ്. പക്ഷെ ഇല്ലാത്ത സൂക്കടുകൾ മുഴുവൻ ഉണ്ടായും കൂടി വിഷമിച്ചും കൂടി മരുന്നുകളും കഴിച്ച് ജീവിച്ച് അത്ര കാലം 90-95 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണോ നല്ലത്? 10-65 വയസ്സാകുമ്പോൾ തന്നെ നമ്മൾ പോവുകയാണോ നല്ലത് എന്ന് ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ. പക്ഷെ അതിലത്തെ ഓരോ പോയിന്റും നന്നായിട്ടുണ്ട്. പിന്നെ ചില കപ്പ നമ്മൾ കൂട്ടില്ലേ, കപ്പ കൂട്ടണവരെ താഴ്മയുള്ളവരെ അങ്ങനെ പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഇപ്പം ഞങ്ങൾ ചെറുതാകുമ്പോൾ ഉള്ളിയൊന്നും കൂട്ടിയിരുന്നില്ല. ഉള്ളിയൊക്കെ മോശമെന്നുള്ളൊരിത്, ഉള്ളി വെള്ളുള്ളി ഞങ്ങൾ പിന്നെ മാംസമൊക്കെ എന്നുള്ളതിലല്ല പറയുന്നത്, ഉള്ളിയും വെള്ളുള്ളി അതൊക്കെ പച്ചക്കറികളാണ്, അതും കൂടി കേടാ പറഞ്ഞിട്ട് ഞങ്ങളുടെ മുമ്പത്തെ തലമുറയൊന്നും കൂട്ടിയിരുന്നില്ല. ഞങ്ങൾ തൊട്ടിട്ട് അതൊക്കെ കൂട്ടാൻ തുടങ്ങിയിട്ടുള്ളൂ. അതന്നെ ഞങ്ങൾ ചെറുതാകുമ്പോൾ ഞങ്ങളുടെ കൊല്ലത്തൊന്നും ഉള്ളിയൊന്നും ഉപയോഗിക്കാറേ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് ഇപ്പം ഞാൻ കേൾക്കണത് നോർത്ത് ഇന്ത്യയിലൊക്കെ, പിന്നെ ഞാൻ വായിച്ചതാണ് എവിടെയോ, സൂക്കടാവുമ്പോൾ കുട്ടികൾക്ക് പനിയൊക്കെ വരുമ്പം ഒരു ഉള്ളി മുറിച്ചിട്ട് അടുത്ത് വെക്കും ഇത്ര രാത്രി കിടക്കുമ്പോൾ. അപ്പം അത് എല്ലാ ജേംസിനെയും അട്രാക്ട് ചെയ്തോളും. ഇത്ര രാവിലെ ആകുമ്പോഴേക്കും വല്ലാതല്ലേ കുട്ടികളുടെ പനി അതൊക്കെ മാറും. ഞാൻ വായിച്ചതാണ് കേട്ടോ, എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ വായിച്ചിട്ടുണ്ട്, അത് നല്ലതാണെന്ന്. അപ്പം അത് ആ ഉള്ളിയിൽ ജേംസിനെയൊക്കെ വേഗം അട്രാക്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് ആവില്ലേ പണ്ടത്തെ തലമുറ ഈ ഉള്ളിയും ഇതൊന്നും കൂട്ടാതെ ഇരുന്നുണ്ടാവുക, നമ്മളോട് കൂട്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഓരോ തലമുറയിലും ഈ മാറി വരുന്ന
ഭക്ഷണ സമ്പ്രദായങ്ങൾ മാത്രമല്ല പല സമ്പ്രദായങ്ങളും ഇന്നിപ്പോൾ കുട്ടികൾ ഫോൺ എടുത്ത് തിരിപ്പിടിച്ചും കൂടി ഇരിക്കുമ്പോൾ നമ്മൾ അവരെ ചീത്ത പറയുന്നുണ്ട്. 2 തലമുറ മുമ്പുള്ളവർ നമ്മളതായി ലൈറ്റ് ഇട്ട് പഠിച്ചതിനാണ് ചീത്ത പറയല്ല, നമ്മുടെ എന്തായിരിക്കും നമ്മുടെ ഭാവി എന്ന് അവർ ഇതാക്കിയിട്ടുണ്ടാവുക, വിഷമിച്ചിട്ടുണ്ടാവുക. അപ്പൊ മാറുമ്പോൾ നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത് മുമ്പിലേക്ക് പോകണം. തീരെ മോശമുള്ളതാണെന്ന് വെച്ചാൽ നമ്മൾ കഴിയുന്നത് ഒഴിവാക്കാൻ നോക്കണം. ഇല്ലെങ്കിൽ പിന്നെ മുമ്പിലേക്ക് പോവുക, അല്ലാണ്ട് ഇപ്പൊ അധികം നീട്ടുന്നില്ല. സോറി, അതിൽ നിർത്താൻ പോവാണ്. വേറെയും കുറച്ച് 1-2 പോയിന്റ്സ് കൂടി ഞാൻ ആലോചിച്ചിരുന്നു, പക്ഷെ സമയം നീണ്ടു പോണു. താങ്ക്സ്. Thank you very much. Thank you for the information. സാംസങ് SM അത് ആരുടെ ആണെന്ന് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ബെറ്ററായി, കണ്ടോ? ഇപ്പൊ better. എന്റെ ബ്ലൈൻഡ് ഞാൻ തുറന്നു വെച്ചിരിക്കുന്നത് എന്താണോ, എന്റെ ബ്ലൈൻഡ് അടച്ചിട്ട് പുറകില് ബ്ലൈൻഡ് അടച്ചിട്ട് അവിടെ ഉണ്ട്, അത് കാണാൻ ഫേസിൽ ലൈറ്റ് വരണം നമ്മുടെ അതെ ഇപ്പൊ സുന്ദരിയായി. അത് തന്നെ അത് താങ്ക് യു. അദ്ദേഹം MC ചാക്കോ സാറിന്റെ ഇന്ന് അവതരിപ്പിച്ച ആർട്ടിക്കിൾ വളരെ നന്നായി. ദൈനംദിന ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചും ഭക്ഷണത്തിന്റെ രീതിയിലും പിന്നീട് ടെക്നോളജി, പണ്ടൊക്കെ അരകല്ലും പിന്നെ ആട്ടുകല്ലും ഒക്കെ ഉപയോഗിച്ചെടുത്ത് ഇന്ന് എന്തെല്ലാം മെഷീൻസുകളാണ്. ഇതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, ഞാനിതൊന്നും ഉപയോഗിക്കാറില്ല, ഞാൻ തനിയെ ഇവിടെ ഉള്ളൂ. അങ്ങനെ അതൊന്നും ഞാൻ ചിന്തിച്ചിടത്തോളം ആർട്ടിക്കിള് എഴുതുന്ന വേയിൽ അദ്ദേഹം വളരെ നല്ലതായിട്ട് അതിനെ അവതരിപ്പിച്ച്, നല്ല ഭാഷാ ശൈലി എല്ലാം ഉണ്ട്. പക്ഷെ ഞാനൊന്ന് മനസ്സിലാക്കിയത് എന്തുവാണ്, എൻ്റെതായിട്ടുള്ള ഒരു കാര്യം, ഇത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഇങ്ങനെ ഉപ്പും കൂട്ടി എരിയും കൂട്ടി. ഇന്നലെ തന്നെ ഞാനൊരു വൈകിട്ട് ആരുമില്ലായിരുന്നു ഈ കൂട്ടത്തില്, ഏഷ്യാനെറ്റിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു ഗെറ്റ് ടുഗദർ. അന്നേരം അവിടെ ഫുഡ് ഉണ്ടായിരുന്നു. എന്തൊക്കെ പാൽക്കപ്പ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും കഴിക്കുന്നതും കേട്ടോ. അതെന്തുവാണെന്ന് ചോദിച്ചപ്പോ കപ്പ പുഴുങ്ങിയിട്ട് തേങ്ങാപ്പാലോ എന്തൊക്കെയോ ചേർത്തിട്ട് വളരെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഉള്ള കൊഴുവായ തലക്കറിയോ, ഞാനിതൊന്നും കൂട്ടിയൊന്നുമില്ല, ആകപ്പാടെ ഞാൻ കഴിച്ച ഒരു പൂരിയേ ഉള്ളൂ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് എന്തുവാണ്, ഇതെല്ലാം ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരാളെക്കാട്ടിൽ കൂടുതലായിട്ട് അവരുടെ ബിസിനസ് പുരോഗമിക്കണം, ആദായം ഉണ്ടാക്കണം, മനുഷ്യൻ എതിലേലും പോകട്ടെന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഹൈവേ 90 തൊട്ട് ഹൈവേ 6 വരത്തെ ഏതാണ്ട് ഒരു 17 മലയാളി സ്ഥാപനങ്ങൾ, റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ. എന്തെല്ലാം ഫുഡാണ് അവിടെ. അവരവരുടെ വഴിക്ക് പോയിക്കോട്ടെ, അവർക്ക് വേണ്ടുന്ന നമുക്ക് വേണ്ടുന്ന നമ്മൾ എടുക്കുക, അത്രേ ഉള്ളൂ. ബിസിനസ് അവർ ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു. ആർട്ടിക്കിൾ എഴുതിയ പേര് നന്നായിരിക്കുന്നു. പിന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളത് അഡാപ്റ്റ് ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ കാണുന്നതൊക്കെ. ഞാൻ ചെറുപ്പമായിരുന്നു, എനിക്ക് 3 ആൺമക്കളാണ്, ടെൻഷനോട് കൂടിയാ. അന്നേരത്തെ എനിക്ക് ബ്ലഡ് പ്രഷർ ഉണ്ട്, ബ്ലഡ് ഷുഗർ ഉണ്ടായിരുന്നു. 14 വർഷം ഞാൻ മെറ്റഫോർമിൻ എടുത്തിരുന്നു. ഇപ്പൊ ഞാൻ മെറ്റഫോർമിൻ എടുക്കുന്നില്ല ഫോർ ദ ലാസ്റ്റ് 5 years. ഡോക്ടേഴ്സ് തരത്തില്ല, കാര്യം എൻ്റെ A1C 5.2 ഒക്കെ ഉള്ളു. അപ്പൊ നമ്മൾ നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്യുക. നമ്മൾ we don't have to bother what others doing. അവർ പൈസ ഉണ്ടാക്കും, അവരെന്തേലും ഒക്കെ ചെയ്തോട്ടെ, അതേ ഉള്ളൂ എനിക്ക് പറയാനായിട്ടുള്ളത് കേട്ടോ. എനിവേ ആർട്ടിക്കിള് എഴുതിയത് വായിക്കാൻ നല്ലതായിരുന്നു, എല്ലാം നല്ലതാണ്. അപ്പം നമുക്ക് വേണ്ടുന്നത് നമ്മൾ കഴിക്കുക, അധികം ഉപ്പൊന്നും കൂടാതെ. ഇപ്പൊ ആരൊക്കെയോ പറഞ്ഞു ബ്ലഡ് പ്രഷർ കൂടും, ശരിയാണ്. ഇതെല്ലാം കൺട്രോൾ ചെയ്യാനുള്ളതേ ഉള്ളൂ നമുക്ക്. അതുകൊണ്ട് നമുക്ക് വേണ്ടുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുക. മാർക്കറ്റ് എതിലെങ്കിലും പോകട്ടെ, അവർ പൈസ ഉണ്ടാക്കട്ടെ, എന്തെങ്കിലും. ഏതായാലും ചാക്കോ സാറിന്റെ ലാംഗ്വേജും പ്രബന്ധവും വളരെ നന്നായിരുന്നു. താങ്ക് യു ഈ അവസരം തന്നതിന്. താങ്ക് യു മിസ് പൊന്നുപിള്ള. അടുത്തത് മിസ്റ്റർ AC ജോർജ് ആണ്. താങ്ക് യു. ശ്രീമാൻ MC ചാക്കോ സാറിൻ്റെ ഈ കേരളീയ ഭക്ഷണ സംസ്കാരത്തെ പറ്റിയുള്ള വിശദീകരണം വളരെ കാലോചിതമായിരിക്കുന്നു, സമയോചിതമായിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങൾ, 1 ആഹാരം, 2 വസ്ത്രം, പിന്നെ പാർപ്പിടം. ആദ്യം ആഹാരമാണ്. ആഹാരം സംസ്കരിച്ച് കഴിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ സംസ്കരണം എന്ന് പറയുന്നത്. ഈ മനുഷ്യൻ്റെ, ഇപ്പം മലയാളിയുടെ മാത്രമല്ല, ഏതൊരു മനുഷ്യൻ്റെയും കഥയെടുത്താൽ, ആഹാരത്തിൻ്റെ എടുത്തു കഴിഞ്ഞാൽ, പണ്ടൊക്കെ മനുഷ്യൻ അമ്പ് ചെയ്ത് മൃഗങ്ങളെ വേട്ടയാടി ആഹാരം പാകം ചെയ്യാതെ സംസ്കരിക്കാതെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പച്ച ഇറച്ചി ഒക്കെ വേട്ടയാടി കഴിച്ചിരുന്നു. കായ്കനികൾ മരത്തിൽ നിന്ന്
കൃഷി ചെയ്യാതെ മരത്തിൽ നിന്ന് പറിച്ചെടുത്ത് കഴിച്ചിരുന്നു. തീയില്ലായിരുന്നു. തീ നമ്മൾ ചരിത്രത്തിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ വായിച്ചിട്ടുണ്ട്. തീയില്ലാത്ത സമയത്ത് കല്ലുകൾ ഉരച്ച് തീ ഉണ്ടാക്കി ഒക്കെ ജീവിച്ച കഥകളൊക്കെ നമ്മൾക്കറിയാം. അപ്പോൾ അത് കാലോചിതമായ മാറ്റങ്ങളിലൂടെ വന്നിരിക്കുകയാണ്. അത് ഭക്ഷണത്തിലല്ല, എല്ലാ കാര്യത്തിലും കാലോചിതമായ മാറ്റങ്ങൾ, ഗ്ലോബലൈസേഷൻ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും. പക്ഷേ ഇവിടെ ഇന്ന് ചാക്കോ സാറ് പ്രത്യേകിച്ച് മലയാളിയെ എടുത്ത് ആ കാര്യം വിശദീകരിച്ചിരിക്കുന്നു. അതിലും യാതൊരു കുഴപ്പവുമില്ല. മലയാളിയുടെ ഈ മറ്റ് എല്ലാവർക്കും ഉള്ള മാതിരിയുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, പണ്ട് ഒക്കെ ഇഷ്ടഭോജ്യങ്ങൾ ഇന്ന് ഇഷ്ടഭോജ്യങ്ങളല്ലാതെ ആയിരിക്കുന്നു. എങ്കിലും തുമ്പൻ അരിച്ചോറ്, കപ്പ, അതെ മീൻ വറുത്തത്, അതൊക്കെ ഇപ്പോഴും മലയാളി വളരെ കാര്യമായിട്ട് തന്നെ കരുതുന്നു. അപ്പോൾ മലയാളികൾ വിദേശത്ത് കുടിയേറിയാൽ പോലും ഇപ്പം നമ്മളൊക്കെ ഇപ്പോഴും വീടുകളിൽ ചോറ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. ശീലം കുറഞ്ഞു വരികയാണ്. എങ്കിൽ പോലും ഇപ്പോൾ പഴയ ആൾക്കാർ കഴിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. പിന്നീട് കൃഷിയെപ്പറ്റി, ഈ ആഹാരത്തിൻ്റെ ഉൽപ്പാദനത്തെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ ആൾക്കാർക്ക് പൊതുവെ മടി പിടിച്ചിരിക്കുകയാണ് കേരളത്തിലൊക്കെയുള്ള ആൾക്കാർ. ഇപ്പോൾ അതെല്ലാം ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. എല്ലാം ഈ മെഷീനൈസ്ഡ് ആണ്. ഇപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി പോലും നിർമ്മിത ബുദ്ധി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടറിൽ കൂടെ ആഹാരം പാകം ചെയ്യാം. ടൈമർ വെച്ചൊക്കെ ആഹാരം പാകം ചെയ്യുന്നു, ഓടിച്ചെല്ലുന്നു, തീ ഊതിക്കത്തിക്കണ്ട. പലവിധ ഈ ആഹാരം പാകം ചെയ്യുന്ന ഉപകരണത്തെ പറ്റിയൊക്കെ ചാക്കോ സാറ് വളരെ വിശദമായിട്ട് തന്നെ നമ്മളോട് സംസാരിച്ചു. അപ്പോൾ ഇതുകൊണ്ട് ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. മനുഷ്യന് സമയമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ പാകം ചെയ്തെടുക്കാൻ മെഷീൻ്റെ സഹായം ആവശ്യമാണ്. അത് സമ്മതിച്ചേ തീരൂ. പിന്നീട് ഇപ്പോൾ ഇവിടെ ചാക്കോ സാറ് പറഞ്ഞു, ഇപ്പം അന്യ സംസ്ഥാനത്ത് നിന്നൊക്കെ ആഹാരങ്ങൾ, ഈ വിഷമടിച്ച ആഹാരങ്ങളൊക്കെ ധാരാളം വരുന്നുണ്ട്. ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്, പച്ചക്കറികളൊക്കെ വരുന്നുണ്ട്. അത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അത് ശരി തന്നെയാണ്. അത് കേരളത്തിലും ഇതേമാതിരിയുള്ള വിഷമടിച്ച ഇത് നമ്മൾ ഉൽപ്പാദിക്കുന്നുണ്ട് കുറച്ചെങ്കിലും. ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടല്ലോ, പെരിയാറിലെല്ലാം മീനുകൾ ചത്തുപൊങ്ങി. അതായത് പെരിയാറിൻ്റെ അടുത്ത് കളമശ്ശേരി ആ ഭാഗത്തേക്ക് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഈ പറയുന്ന മലിനജലം ഇങ്ങോട്ട് പെരിയാറ്റിലേക്കൊക്കെ തള്ളി. അപ്പോൾ എല്ലാ നദികളും ഇപ്പോൾ അശുദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല മീനുകൾ കിട്ടാൻ പ്രയാസം. അവിടെ നിന്ന് എടുക്കുന്ന വെള്ളം തന്നെ, പണ്ടൊക്കെ മനുഷ്യൻ വെള്ളം എന്താണ്, ഒഴുക്കുള്ള ജലത്തിൽ മലിന്യമില്ല എന്നെല്ലാം പറഞ്ഞ് കുടിച്ചുകൊണ്ടിരുന്നു. ഇപ്പം ഞാൻ കൊച്ചിയിൽ ചെറിയ ഒരു ഫ്ലാറ്റ് ഉണ്ട് എനിക്ക്. അപ്പോൾ അവിടെ ഞങ്ങൾക്കൊരു വാണിംഗ് തന്നു, പെരിയാറിലെ ജലം വളരെ മലിനമായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ വരുന്നെങ്കിൽ ദയവായിട്ട് പെരിയാറ്റിൽ നിന്ന് ഞങ്ങൾ സംസ്കരിച്ചെടുക്കുന്ന വെള്ളം ഒരു മാസത്തേക്ക് തരുന്നതല്ലായിരിക്കും എന്ന് ഒരു വാണിംഗ്. അപ്പോൾ ഞാനത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ പലയിടത്തും, ഇപ്പോൾ പമ്പയാറാണെങ്കിലും അച്ചൻകോവിലാറാണെങ്കിലും എല്ലായിടത്തും മലിനജലങ്ങളുണ്ട്, മലിനജലം ഒക്കെ. പിന്നീട് ഇപ്പോൾ ഭക്ഷണത്തിന് പല പുതിയ പേരുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ പേരുകളെ പറ്റിയൊക്കെ പറയുന്നു. ഈ പറയുന്ന കുക്കിംഗ് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. പക്ഷേ എല്ലാം കുക്കിംഗ് ക്ലാസ് ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ യൂട്യൂബിൽ കുക്കിംഗ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. പലപ്പോഴും അത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം ഏതാണെങ്കിലും ഈ ഭക്ഷണ സംസ്കാരത്തിന്റെ വിവിധ വശങ്ങളെ പറ്റിയാണ് നമ്മളോട് സംസാരിച്ചത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞാനൊരു കിച്ചന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പോകാൻ പോയി. അപ്പോൾ അന്യഭാഷാ സംസ്കാര തൊഴിലാളികൾ അവിടെ വന്ന് ചവിട്ടിക്കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ശരിയായിട്ടുള്ള വസ്ത്രം എന്ന് പറഞ്ഞ ഒരു അണ്ടർവെയർ മാത്രമാണ് ഇട്ടിരിക്കുന്നത്. കാരണം അവിടെ ചൂടാണ്. അണ്ടർവെയർ മാത്രം ഇട്ടുകൊണ്ട് അങ്ങ് കിച്ചണിൽ ചവിട്ടിക്കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ദേഹത്ത് നിന്ന് വീഴുന്ന വേർപ്പ് തുള്ളികൾ
ചപ്പാത്തി കുഴയ്ക്കുന്ന ആ മാവിൽ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വെളിയിൽ നിന്ന് ആഹാരം കഴിക്കുന്നത്? നമുക്ക് വളരെ പ്രയാസമാണ് അതെല്ലാം കഴിക്കാനാണ്. എങ്കിലും വിത്ത് ഓൾ ദാറ്റ്, ഇവിടെ ചാക്കോ സാറ് മറ്റ് പലരും സൂചിപ്പിച്ചു, മനുഷ്യൻ്റെ ആയുസ് ഇപ്പോൾ വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ചയൊക്കെ കൊണ്ടാകാം. പണ്ടൊക്കെ 60 വയസ്സുകളിലൊക്കെ മനുഷ്യൻ മരിച്ചുകൊണ്ടിരുന്നു, ഇപ്പോൾ 75 ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും ആയുസ് നീളുന്നുണ്ട് മനുഷ്യന്. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതൊരു അതിബൃഹത്തായ ഒരു വിഷയമാണ്. കുഴിമന്തി, അതൊക്കെ പുതിയ ഭക്ഷണത്തിൻ്റെ പുതിയ പേരുകളാണ്. എന്തൊക്കെയൊക്കെ പുതിയ പേരുകളുണ്ട്. ഇപ്പോൾ അമേരിക്കയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ കൂണ് മാതിരിയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ ഏരിയയിൽ തന്നെ ഏതാണ്ട് 150-ൽ പരം ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ, മലയാളിയുടെ മാത്രമല്ല ഗുജറാത്തികളുടെ എല്ലായിടത്തും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഓർഡർ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതെല്ലാം അറിവുള്ളതാണ്. അപ്പോൾ നാട്ടിലും ഇപ്പം ഓർഡർ ചെയ്യുന്ന ഒരു സംസ്കാരമാണ് സത്യത്തിൽ. നാട്ടിലൊക്കെ ഇപ്പോൾ ചിലയിടങ്ങളിലൊക്കെ വൃദ്ധജനങ്ങളാണ്, അവർക്ക് കുക്ക് ചെയ്യാനുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട്. അവരും ഫോൺ എടുത്ത് വിളിച്ച് ഓർഡർ ചെയ്യുന്ന ഒരു പതിവ് നാട്ടിലും ഉണ്ട്, അമേരിക്കയിലും ഉണ്ട്. നമുക്കെല്ലാം അറിയാം. ഈ സംസ്കാരത്തിന് യോജിച്ച് തന്നെ അങ്ങോട്ട് പോവുകയേ നമുക്ക് തരമുള്ളൂ. പിന്നെ ഓരോരുത്തരും അവനവൻ്റെ താല്പര്യമനുസരിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഭക്ഷണം എത്ര കുറച്ച് കഴിക്കുന്നോ അതായിരിക്കും ആരോഗ്യത്തിന് നല്ലത് എന്ന് പലരും അഭിപ്രായപ്പെടുന്നു. അതിനോട് എനിക്കും യോജിപ്പുണ്ട്. ഇപ്പോൾ വ്യായാമങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജോലിയുടെ പറയുന്ന പണ്ടത്തെ മാതിരി ഓട്ടവും ചാട്ടവും ഒന്നുമില്ല. പലരും വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നു, യന്ത്രങ്ങളുടെ സഹായത്താൽ അവിടെ ബട്ടൺ അമർത്തുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിയുമ്പോൾ മനുഷ്യൻ്റെ ശരീരം അനങ്ങുന്നില്ല കൂടുതലായിട്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഇൻടേക്കിങ് കുറയ്ക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതോടുകൂടി ഞാൻ നിർത്തിയാണ് ഈ ഭക്ഷണത്തെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം. താങ്ക് യു. താങ്ക് യു മിസ്റ്റർ എസ് ജോർജ്. ഇനി അടുത്തത് മിസ്റ്റർ ജി പുത്തൻകുരിശ്. അതിൻ്റെ വ്യത്യാസങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് വലിയൊരു വിഷയമാണ്. രണ്ടാമത് അദ്ദേഹം ഒന്നുകൂടെ സൂചിപ്പിച്ചു, ഇത് ജനങ്ങളോടൊപ്പം ഇതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതും ശരിയായ ദിശയിൽ കൊണ്ടുപോകേണ്ടതും അതാത് ഗവൺമെൻറ്റാണ്. അത് സത്യമായ ഒരു കാര്യമാണ്. ജനങ്ങൾ എങ്ങനെ ആരോഗ്യമുള്ളവരാകുന്നു, എങ്ങനെ ഭക്ഷണം ശീലിക്കുന്നു, എന്തൊക്കെ രോഗങ്ങൾ വരുന്നു, അതിനെ എങ്ങനെ തടയാം, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് അവരെ ഭരിക്കുന്ന ഗവൺമെൻറ് തന്നെയാണ്. അത് വ്യക്തമാക്കാമായിരുന്നു. രണ്ടാമത്, ഈ ഭക്ഷണശീലത്തെക്കുറിച്ച് ചാക്കോ സാർ പറഞ്ഞപ്പോൾ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയാമായിരുന്നു. ഇന്നു മുതലായി ഭക്ഷണശീലമൊക്കെ നമുക്കുണ്ടാകാൻ തുടങ്ങിയത്. നമ്മുടെ ആദ്യകാലത്തെ ജീവിതം, ഈ 20-ാം നൂറ്റാണ്ട് മുൻപുള്ള ജീവിതം എന്തായിരുന്നു? അന്നും മലയാളം ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ചാതുർവർണ്ണയത്തിൻ്റെ പിടിയിൽ ഭൂമിയും സംസ്കാരവും എല്ലാം ഒരു വരേണ്യവർഗത്തിന്, നമ്പൂതിരി വർഗത്തിനും അവരോട് ചേർന്ന് നിൽക്കുന്നവർക്കും മാത്രം, ബാക്കിയുള്ളവരെല്ലാം വെറും അടിമകളായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഇന്ത്യയിൽ ഒട്ടാകെ ഉണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു നേരമെങ്കിലും ഒരു ദിവസം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അവർക്ക് വലിയൊരു ആഹ്ലാദമായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം അതുപോലും ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ ചരിത്രം പഠിച്ചിട്ടില്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചാൽ മതി. പഴയ കാലത്തുള്ള നോവലുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊക്കെ വ്യക്തമായിട്ട് കാണാം. ഈ രീതിയിൽ ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ താഴ്ന്ന വർഗത്തിൽപ്പെട്ട, താഴ്ന്ന വർഗം എന്ന് പറയുന്നവർ നമ്മുടെ സഹോദരങ്ങളാണ്. അവർ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ, അന്നത്തെ ആളുകളുടെ പ്രയാസങ്ങൾ, ഇതൊക്കെയും ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട അനുഭവങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. പിന്നീട് വിദേശികൾ വന്നു, വിദേശികളുടെ അവരോടുകൂടി ഭക്ഷണക്രമമൊക്കെ അവർ കൊണ്ടുവന്നു. പക്ഷെ അതൊന്നും സാധാരണക്കാർക്കോ നമുക്കോ എത്തിപ്പെടുന്നതായിരുന്നില്ല. 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് ശേഷം കേരള സംസ്കാരമായി കഴിഞ്ഞപ്പോൾ നമുക്ക് റേഷൻ സമ്പ്രദായവും അരിയൊക്കെ കിട്ടാൻ തുടങ്ങി. അതുവരെ നമുക്കിവിടെ ഉണ്ടാകുന്ന നെല്ലോ മറ്റു കാര്യങ്ങളോ കുറച്ച് പേർക്ക് മാത്രം, അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് അവരൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് ജീവിച്ചിരുന്നതെന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം ജീവിത ശൈലിയാണ്.
ജീവിതശൈലി മാറ്റം. അത് രവി സാർ ഇവിടെ പറഞ്ഞു. രവി സാർ കൃത്യമായിട്ട് നമ്മുടെ ജീവിതശൈലി മാറ്റുമ്പോൾ രോഗങ്ങൾ കുറയും. 100 അടി പോകണമെങ്കിൽ പോലും വാഹനം എടുത്ത് പോകുന്നവരാണ് ഇന്നുള്ള ചെറുപ്പക്കാരെല്ലാവരും. ഒരു 50-500 അടി നടക്കുന്നതിനുള്ള താല്പര്യക്കുറവ്. ആ രീതിയിൽ നടക്കുവാനോ എക്സസൈസ് ചെയ്യുവാനോ ഒന്നും ചെയ്യുവാനുള്ള കഴിവില്ല. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരു 60 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ചെറുപ്പകാലത്ത് 2-3 മൈൽ നടക്കുന്നത് ഒരു സാധാരണ കാര്യമായിരുന്നു. സൈക്കിൾ ഉണ്ടെങ്കിൽ പോലും സൈക്കിൾ വഴിക്കിട്ട് നമുക്ക് 3 മൈലിലൂടെ പോകാമെന്ന് പറയും. എന്നാൽ ഇന്ന് ആ രീതിയെല്ലാം നഷ്ടപ്പെട്ടു. അതൊരു മറ്റൊരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ചാക്കോ സാർ പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ഭക്ഷണം ഇങ്ങോട്ട് വരുന്നത്. അതിൻ്റെ കാരണം എന്താ? നമ്മുടെ ഇവിടെ ഭൂമി ഇല്ലാതായിട്ടാണോ? നമ്മുടെ ജനസംഖ്യ കൂടിപ്പോയത് കൊണ്ടാണോ? രണ്ടുമല്ല, നമ്മൾ കൃഷി നിർത്തിയതാണ് കാരണം. കൃഷി നിർത്തിയതോടുകൂടി എല്ലാ ഭൂമിയും തരിശു ഭൂമികളോ റബ്ബർ പോലെയുള്ള എസ്റ്റേറ്റുകളോ ആയിട്ട് മാറി. എന്ന് എനിക്കറിയാം. കോട്ടയം ഭാഗത്തൂടെ ഞാൻ പലപ്പോഴും എൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ പോകുമ്പോൾ 100 കണക്കിന് പാടങ്ങൾ വെറുതെ കതിര കയറി കിടക്കുകയാണ്, കാട് പിടിച്ച് കിടക്കുകയാണ്. പശുവിനെയോ പോത്തിനെയോ തീറ്റാനുള്ള സ്ഥലമാക്കിയിട്ടിരിക്കുകയാണ്. കാരണം ഒരു ദിവസം ഒരാളിന് ഒരു ബംഗാളിക്ക് കൊടുക്കേണ്ട കൂലി 1000 രൂപയാണ്. ഈ 1000 രൂപയും കൊണ്ട് മാർക്കറ്റിൽ പോയാൽ 2 ആഴ്ചത്തേക്കുള്ള ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വരാം, പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വരാം. അപ്പോൾ പിന്നെ എന്തിനാ ഈ 1000 രൂപ അടുത്ത് എന്ത് സാധിക്കും? ഈ ഒരു ചിന്തയാണ് സകല മലയാളിക്കുമുള്ളത്. രണ്ടാമത്, സ്വന്തമായിട്ട് കൃഷി നടത്താമെന്ന് വിചാരിച്ചാൽ അതിനുള്ള താല്പര്യമില്ല. ഞാൻ കൃഷിക്ക് പോകാനോ എന്നുള്ള ചിന്തയിലാണ് ഇന്ന് പലരും മലയാളികളായിട്ടുള്ളത്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് വിഷമടിച്ച സാധനങ്ങൾ വാങ്ങി തിന്നുകയും നമ്മുടെ രോഗാതുരമായ ശരീരം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ആ രീതി നമ്മൾ മാറ്റുവാൻ ശ്രമിക്കണം. പക്ഷെ മാറുമെന്ന് എനിക്ക് വലിയ വിശ്വാസമില്ല. മറ്റൊരു കാര്യം, ജീവിതശൈലിയോടൊപ്പം സമൂഹത്തിൻ്റെ മാറ്റം. സമൂഹത്തിൽ പണ്ട് കാലത്ത് നമ്മൾ അധ്വാനിക്കുക, വൈകുന്നേരം വരെ അധ്വാനിക്കുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, ചുറ്റുപാടൊക്കെ പോവുക, അത്രയേ ഉള്ളൂ. ഇന്ന് അങ്ങനെയല്ല. കുട്ടികൾ പഠിച്ചൊരു പ്രായമായി കഴിയുമ്പോൾ രാജ്യം വിടുകയാണ്. ഇങ്ങനെ രാജ്യം വിടുന്ന ഒരു കാലഘട്ടത്തിൽ അവർ കൊണ്ടുവരുന്ന പണം പണ്ട് 100 രൂപ കിട്ടുന്നിടത്ത് ഇന്ന് 10,000 രൂപയായി. അതനുസരിച്ച് പണം വർദ്ധിക്കുകയും ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ പണം കേരളത്തിൽ കൊഴുകയും ചെയ്തപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി അവർ ഇഷ്ടംപോലെ പണം ചെലവാക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ടാണ് റെസ്റ്റോറൻറ്റുകളും ബേക്കറികളും മറ്റും ഗ്രാമപ്രദേശങ്ങളിലേക്ക് വന്നത്. ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. അതനുസരിച്ച് നമുക്ക് പണം കൂടിയത് ഒരു ദോഷമായി തീർന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഈ വേണ്ടാത്തതെല്ലാം വാങ്ങി കഴിക്കുകയും വേണ്ടാത്ത രീതിയിൽ ജീവിക്കുകയും ചെയ്തതിൻ്റെ അനുഭവം ഉണ്ടായി. പണ്ട് കാലത്ത് പണമില്ലായിരുന്നു. പണ്ട് കാലത്ത് സ്വന്തമായിട്ട് അധ്വാനിക്കണമായിരുന്നു. പണ്ട് കാലത്ത് പശുവിനെ ആടിനെ വളർത്തണമായിരുന്നു. ഇതൊക്കെയും കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചുള്ള എൻ്റെയും കൂടെ സ്മരണകളാണ്. അതൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ പറമ്പ് തരിച്ചിട്ട് പറമ്പിലൊരു പശുവോ ആടോ ഒന്നുമില്ലാതെ എല്ലാം വൃത്തിയാക്കിയിടുന്ന ഒരു അനുഭവത്തിൽ നമ്മളെല്ലാം ജീവിതത്തിൽ മടിയന്മാരും രോഗികളുമായി തീർന്നു എന്നുള്ള സംശയമൊന്നുമില്ല. ഇത് രണ്ടും മാറ്റണം. മാറ്റുവാനുള്ള ശ്രമം നമ്മളിൽ നിന്നുണ്ടാകണം, ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകണം, നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ടായി ഒരംശമെങ്കിലും ഒരാൾ മാറ്റിയാൽ ഒരാളിൻ്റെ ജീവിതം രക്ഷപ്പെടും. അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് പോകാൻ ചാക്കോ സാറിൻ്റെ ഈ പ്രബന്ധം നമ്മളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നു. അതിനിടയാക്കി തീർക്കട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. താങ്ക് യു മിസ്റ്റർ ഫിലിപ്പ് കല്ലട. എനിക്കിത് കഴിഞ്ഞൊന്ന് വർത്താനം പറയണം പേഴ്സണലായിട്ട് കേട്ടോ. കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ഫോർ ദ വാല്യുബിൾ അഡ്വൈസസ്. ഇനിയിപ്പം മിസ്റ്റർ ജി പുത്തൻകുരിശാണ്. മണ്ണിക്കരോട്ടുണ്ട്. മണ്ണിക്കരോട്ടിനോട് അത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം. ഓക്കെ. മണ്ണിക്കരോട് സാറേ കേക്കാവോ? മ്യൂട്ടഡ് ആകട്ടോ. മ്യൂട്ടഡ് ആവ്. 2 കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ട്, 2 മ്യൂട്ടഡ് ആണ്. നോക്കുന്നുണ്ട്. പക്ഷേ 2 മ്യൂട്ടഡ് ആണ്. മണ്ണിക്കരോട്ട് ഫോൺ അൺമ്യൂട്ട് ചെയ്യാമോ? 2 എണ്ണത്തിൽ ഒരെണ്ണം അൺമ്യൂട്ട് ചെയ്താൽ മതി.
ഞാനിപ്പോ ഒരു മെസ്സേജ് ഇട്ടു. നിമിനെ ഓക്കെ, അദ്ദേഹം നോക്കട്ടെ. ഇത് വേണമെങ്കിൽ ഞാൻ എനിക്ക് പറയാനുള്ള അഭിപ്രായം പറയാം. തുടങ്ങിക്കോ. ഓക്കെ, ട്രൈ ചെയ്യാം. മലയാളിയുടെ മാറുന്ന ഭക്ഷണ സംസ്കാരത്തെ കുറിച്ച് MC ചാക്കോ അവതരിപ്പിച്ചപ്പോൾ ഞാൻ വിചാരിച്ചില്ല അത് ഇത്രയും വിവിധ ചിന്താതലങ്ങളിലേക്ക് അത് കൊണ്ടുവന്ന് എത്തിക്കുമെന്ന്. അത് അദ്ദേഹത്തിന് ഈ വിഷയം അവതരിപ്പിക്കാമെന്ന് സമ്മതിച്ചതിന് ഞാൻ അതിയായി സന്തോഷിക്കുന്നു. അതിനോടൊപ്പം അഭിനന്ദനവും. മലയാളിയുടെ ഭക്ഷണ സംസ്കാരം ഈ അവസ്ഥയിലും മാറ്റാവുന്നതേ ഉള്ളൂ. സോറി, എൻ്റെ കൊച്ചുമോള് വന്നു ചോദിച്ചു കഴിഞ്ഞിട്ട് വാക്ക് നടക്കാൻ പോണോ. സോറി. മലയാളിയുടെ ഈ ഭക്ഷണ സംസ്കാരം ഏത് അവസ്ഥയിലും മാറ്റാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ശൈലി ഇപ്പൊ മാറ്റുകയാണെങ്കിൽ ലേറ്റസ്റ്റ് റിസർച്ച് പറയുന്നത് നമുക്ക് ചില ദിവസങ്ങളിലൂടെ കൂടി കൂട്ടിക്കിട്ടും. ആഹാരത്തിന്റെ രീതിയും വ്യായാമവും. അതിനെക്കുറിച്ച് നമുക്ക് നിരാശ തോന്നേണ്ട ആവശ്യമില്ല. ഇപ്പൊ മിസ് പന്നൂള്ള പറഞ്ഞതുപോലെ നമ്മൾ മറ്റുള്ളവരെ നോക്കണ്ട, നമുക്ക് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വ്യക്തിപരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ അവസ്ഥയിൽ നിങ്ങളുടെ ഏജോ പ്രായമോ അവസ്ഥയോ എന്തുമായിരുന്നു, രോഗബാധിതമായ ശരീരമാണെങ്കിൽ തന്നെയും നമ്മൾ മാറ്റങ്ങൾ സ്വീകരിക്കാനായിട്ട് അല്ലെങ്കിൽ അത് നമ്മളിൽ അപ്ലൈ ചെയ്യാനായിട്ട് തയ്യാറാണെങ്കിൽ വി ക്യാൻ എക്സ്റ്റെൻഡ് അവർ ലൈഫ്. ഇന്ന് കാലത്ത് ഞാൻ എൻ്റെ പല ഗാനങ്ങളും പാടിയിട്ടുള്ള ഒരാളാണ് വിൽ സ്വരാജ്. അദ്ദേഹം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പോയി ഗാനം ആലപിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ ഒരു വൈദ്യനാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളി ഈ പാടാൻ പോകുന്നുണ്ട്. പലർക്കും കോവിഡ് വന്നപ്പോൾ അതിൻ്റെ പാർശ്വഫലങ്ങളിൽ നിന്ന് മോചനം നൽകാനായിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്യാൻ പറയും. അതിലൊന്നാണ് പച്ച മഞ്ഞള് തിളപ്പിച്ചിട്ട് കാലത്ത് വെള്ളം കുടിക്കുക ദിവസവും കുറേച്ച്. ഒന്ന്. പിന്നെ ഒരു ഏലക്ക പൊട്ടിച്ചിട്ട് അതിനകത്ത് ഒരു ഏലക്കായുടെ കുരു 1 മാസത്തിൽ ഒരെണ്ണം വെച്ച് കഴിക്കാനാവും. പിന്നെ പറയുന്നത് വ്യായാമം. ഭക്ഷണ ശൈലിയുണ്ട്, ജീവിതശൈലിയുണ്ട്. വ്യായാമത്തിന് ചെരുപ്പിടാതെ കുറച്ചു നേരം മുറ്റത്തോടു കൂടിയാണെങ്കിലും നടക്കുക, ചെരുപ്പിടാതെ. അത് പറഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ട്രെഡ്മില്ലിൽ ഓടുന്നത് ചെരുപ്പില്ലാതാണ്. ട്രെഡ്മില്ലിന്റെ ആ ബെൽറ്റ് എന്ന് പറയുന്നത് നല്ല പരിപരുത്ത ബെൽറ്റാണ്. അതിന് ഒരു നല്ല ഇതുണ്ട്. അതിനകത്ത് ഞാനിപ്പോൾ 1 മാസമായിട്ട് ഞാൻ ഒരു ഷൂ ഉപയോഗിക്കില്ല, ചെരുപ്പ് ഉപയോഗിക്കില്ല. പക്ഷേ അതിൻ്റെ അടിയിലുള്ള നമ്മളുടെ ആ സോളിനെ അത് ഒരു തരത്തിൽ എക്സസൈസ് കൊടുക്കുകയും രക്തഓട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യും. മഞ്ഞളിനെ കുറിച്ച് സംസാരിക്കുന്ന ഞാൻ 2 ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് ഈ മലയാളിയിൽ. ഒന്ന് ചക്കയെക്കുറിച്ചും ചക്കയുടെ ഔഷധീയ ഗുണങ്ങളും മഞ്ഞളിന്റെ ഔഷധീയ ഗുണങ്ങളെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ കേരളത്തിലെ പ്രശസ്തനായ ഓൺകോളജിസ്റ്റ് ഡോക്ടർ തോമസ് വർഗീസുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം എഴുതിയതാണ്. കാര്യം ചക്കപ്പൊടി അദ്ദേഹം ജെയിംസ് മൂലക്കാട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അദ്ദേഹവും കൂടെ നടത്തുന്ന റിസർച്ചിന്റെ ഫലമായിട്ട് ചക്കപ്പൊടി അദ്ദേഹം പോസ്റ്റ് കീമോതെറപ്പി പേഷ്യൻസിന് വൈറ്റ് ബ്ലഡ് സെൽസിനെ വർദ്ധിപ്പിക്കാനായിട്ട് കൊടുക്കുന്ന ഒരു ഔഷധമാണ് ചക്കപ്പൊടി. ചക്കപ്പൊടി കൊടുത്താണ് അദ്ദേഹം വൈറ്റ് ബ്ലഡ് സെൽ വർദ്ധിപ്പിക്കുന്നത്. ചക്കപ്പൊടിയെ കുറിച്ച് ഞാൻ ആർട്ടിക്കിൾ നമ്മുടെ മലയാളം സൊസൈറ്റിയുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യാം. അതിനകത്ത് എന്തൊക്കെയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ ദരിദ്ര നാരായണന്മാർ അവരുടെ വിശപ്പടക്കാൻ കഴിച്ചുകൊണ്ടിരുന്നത് ഇന്ന് ഹോസ്പിറ്റലുകളിലെ റിസർച്ച് ലാബുകളിലും തീൻമേശകളിലും ഒക്കെ മരുന്നായിട്ടും ഔഷധമായിട്ടും എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പ്രകൃതിയിൽ നിന്ന് നമ്മൾ മാറാൻ തുടങ്ങിയോ, പ്രകൃതിയിൽ നിന്ന് നമ്മൾ അകന്ന് ജീവിക്കാൻ തുടങ്ങിയോ, അന്ന് തുടങ്ങി നമുക്ക് പ്രശ്നമാണ്. ഇപ്പൊ MC ചാക്ക അവതരിപ്പിച്ച ഈ ലേഖനം ഇത് ഇവിടെ പലരും പറഞ്ഞതുപോലെ ഇത് കേരളത്തിലുള്ള മലയാളികൾക്ക് മാത്രമുള്ളതല്ല, ലോകത്തെമ്പാടും ഇന്ന്
ഭഗീരഥ പ്രയത്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണ ശൈലികൾ മാറ്റി ആരോഗ്യത്തെ എങ്ങനെ ആരോഗ്യകരമായ ഒരു ജീവിതം എങ്ങനെ നയിക്കാമെന്നുള്ളതിനെ കുറിച്ച്. ഇപ്പൊ മഞ്ഞളിന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കച്ചവട മനസ്ഥിതി ഒരിക്കലും മാറില്ല. ചക്കപ്പൊടി ഇന്ന് 365 എന്നും പറഞ്ഞ് ആമസോണിൽ മേടിക്കും. മഞ്ഞളിന്റെ ഗുളിക കോസ്കോയിൽ ചെന്ന് കഴിഞ്ഞാൽ ബോട്ടിലിനകത്തുണ്ട്. പക്ഷേ എൻ്റെ വീടിന്റെ ബാക്ക് യാർഡിൽ ഒരു 25 വർഷമായിട്ട് ഞങ്ങൾ പച്ചക്കറികളൊക്കെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് ക്രെഡിറ്റ് മുഴുവൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കും. ഞാൻ ഇടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കും, പന്തലിട്ട് കൊടുക്കുമെന്നല്ലാതെ ബാക്കിയെല്ലാം പുള്ളിക്കാരത്തിയാണ് ചെയ്യുന്നത്. പക്ഷെ 10-25 വർഷമായിട്ട് ഞങ്ങൾ പച്ചക്കറി ആവശ്യത്തിനുള്ള വീട്ടിന്റെ ബാക്ക് യാർഡിൽ നിന്ന് ഉണ്ടാക്കുന്നത്. മഞ്ഞള് ഒരു പ്രാവശ്യം മഞ്ഞൾ ഇട്ടാൽ മതി, എപ്പോഴും മഞ്ഞൾ നടേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള മഞ്ഞള് വീടിന്റെ ബാക്ക് യാർഡിൽ നിന്ന് എപ്പോഴും കിട്ടുന്നു. ഞാൻ ഇന്നലെ ബാക്ക് യാർഡിൽ പോയി കഴിഞ്ഞാൽ ഒരു വീഡിയോ ടൈപ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ നമ്മുടെ മലയാളം സൊസൈറ്റിയുടെ സൈറ്റിലിടാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന സംഗതികളാണ്. ബാക്ക് യാർഡിൽ ഈ രാജ്യത്ത് നമുക്ക് ചെയ്യാം. അതിനകത്ത് നമ്മൾ വിഷം അടിക്കുന്നില്ല. കാലത്ത് എഴുന്നേറ്റ് ഞാൻ വൈകുന്നേരമായിരുന്നു ആ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നത്. അത് ഞാൻ മാറ്റി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളായിരുന്ന വർക്കിച്ചേട്ടൻ കാലത്ത് എഴുന്നേറ്റിട്ടാണ് വെള്ളം ചെടികൾക്ക് ഒഴിക്കുന്നത്. അപ്പൊ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ചെടിക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിന് വെള്ളം ആവശ്യമാണ്. പക്ഷെ സൂര്യപ്രകാശം എപ്പോഴാണ് വരുന്നത്? കാലത്തുള്ള സൂര്യപ്രകാശമായിരിക്കുന്നത്. അത് ആ ഇലകളിൽ കൂടി സൂര്യപ്രകാശത്തിൽ കൂടി ഭക്ഷണം പാകം ചെയ്യുകയും അതിനോടൊപ്പം നല്ല ഓക്സിജൻ അതിൻ്റെ അടുത്ത് പോയെന്ന് വെച്ചാൽ നമുക്ക് ഈ വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യുന്നതിൽ ഒന്ന് ശുദ്ധവായു ലഭിക്കും. ആരോഗ്യപരമായ ജീവിതം നയിക്കാനുള്ള സാഹചര്യം ഏതവസ്ഥയിലും നമുക്ക് ഇന്നും ഇവിടെ ലഭ്യമാണ്. അത് കാരണം ലോകം തലകീഴ് മറിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ചെയ്യാനുള്ളത് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. നമ്മുടെ കർത്തവ്യങ്ങൾ നമുക്ക് ഇന്നും ചെയ്യും. നമ്മുടെ ചിന്തകളെ പല തലത്തിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം ഇദ്ദേഹം അവതരിപ്പിച്ച ഈ ലേഖനം വളരെ മനോഹരമായിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി MC ചാക്കോയ്ക്ക് ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ അഭിപ്രായത്തിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു മിസ്റ്റർ പുത്തൻകുരിശ്. ഇതുവരെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് ഇടയ്ക്ക് ഒരു തമാശ പോലെ നമുക്കൊന്ന് ചിരിക്കാം. ഈ പുത്തൻകുരിശ് രാവിലെ വെള്ളാടി തുടങ്ങിയതിനോട് എനിക്ക് യോജിപ്പില്ല. അതിൽ നിന്ന് എനിക്കൊരു ലഹരി കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെള്ളാടിയാൻ തുടങ്ങിയത്. ഇനിയും നമുക്ക് വൈകിട്ട് വെള്ളം അടിച്ചെങ്കിലല്ലേ രാത്രിയിലെ കൂടുതലായിട്ട് ഈർപ്പം നിൽക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് രണ്ടുപേരും വെള്ളം അടിക്കാൻ എനിക്ക് വലിയ മഞ്ഞളുണ്ട്. ഇദ്ദേഹം പറഞ്ഞ പോലെ വേണ്ടുന്ന മഞ്ഞൾ ഞാൻ ഉണ്ടാക്കാറ്. മഞ്ഞൾ വളരെ നല്ലതാണ്. എനിക്കൊരു സമയത്ത് കുഴിനകം ഉണ്ടായിരുന്നു. ആ മഞ്ഞൾ കഴിച്ചപ്പോഴാണ് എൻ്റെ കാലിന്റെ വിരലിന്റെ രണ്ടും കുഴിനകം പോയത്. അത് എവിടുന്നാണോ ഞാൻ പഠിച്ചത്? കുര്യൻ മാലിൽ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ കൂടെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഓർക്കുന്നുണ്ടോ? ഇല്ലല്ലോ, അദ്ദേഹം കാണും. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ തലയിൽ പണ്ടൊരു കാലത്തൊരു ട്യൂമർ ഉണ്ടായിരുന്നു. ഇങ്ങനെ മഞ്ഞൾ കഴിച്ച് അവിടുന്ന് ഞാൻ മഞ്ഞൾ കൊണ്ട് നട്ട് മഞ്ഞളിനകത്ത് കർക്കുമിൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അത് MD ആൻഡേഴ്സൺ കഴിഞ്ഞ 2 വർഷമായിട്ട് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതിനെക്കുറിച്ച്. ആർത്രൈറ്റിസിന് നല്ലതാണെന്ന് പറയുന്നു. നമുക്കത് അത് ആന്റി ഇൻഫ്ലമേറ്ററി ഇതാണ് നമ്മുടെ മഞ്ഞളിനകത്തുള്ള കർക്കുമിൻ. ഈ കുർക്കുമിൻ അളവ് എടുക്കുന്ന സൂക്ഷിക്കണം. അത് കിഡ്നിയും ലിവറിനും നല്ല പണി തരുമെന്ന് പറയുന്നുണ്ട്. മെഷർമെന്റ് പ്രധാനപ്പെട്ട ഒരു പരിധി വിട്ട് അളവെടുക്കരുത്. വളരെ കറക്റ്റ് ആണ്. മഞ്ഞൾ പോയി കലക്കി കുടിക്കുക. ചെറിയ അഭിപ്രായം എന്താണെന്നറിയോ? നമ്മളെ പുത്തൻകുരിശ് നമ്മള് പല ആളുകളും അത് കഴിച്ചാന്നറിയാം, ഏലക്കായ കഴിച്ച മഞ്ഞൾ കഴിച്ചാൽ ഇഞ്ചി കഴിച്ചാൽ എല്ലാം നല്ലതാണ്. ഒന്നും കേടി. ഒരു കാര്യം നോക്കേണ്ടതെന്ന് വെച്ചാല് നമ്മൾ വേറെ വല്ല മരുന്നുകളും കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിലെ ചില ഘടകങ്ങൾ ആ മരുന്നുകളെ ഉപയോഗപ്രദമാക്കില്ല. അപ്പൊ അതും കൂടി ആലോചിക്കണം. മഞ്ഞൾ കഴിച്ച ഒരു കേടുമില്ല, ഇഞ്ചി കഴിച്ച ഒരു കേടുമില്ല. മഞ്ഞളൊക്കെ പാറ്റന്റ് ചെയ്തിട്ട് ചിലവര്. ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞോളൂ. പക്ഷേ ഇത് മനസ്സിലായി, അവർക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞ നമ്മള് ഈ കുറെ ആളുകൾ പറയും, ഡോക്ടർമാരോ റിസർച്ച് ചെയ്യുന്നവരൊക്കെ പറയും, പക്ഷെ നമ്മൾ കഴിക്കുന്ന വല്ല മരുന്നുകളും ഉണ്ടെങ്കിൽ
അതായിട്ട് ഇന്ററാക്ട് ചെയ്യുമെന്നുള്ള നമ്മുടെ ഡോക്ടറോടും കൂടി ഒന്ന് ചോദിച്ചാൽ തർക്കമില്ല എന്ന് പറയാം. അല്ല, നമ്മുടെ സാധാരണ ആയുർവേദത്തിൽ കറികളിലെല്ലാം മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ കറികളിൽ. ആവശ്യമുള്ള നമ്മുടെ കറിക്കൂട്ടുകളെല്ലാം ആയുർവേദത്തിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഇഞ്ചി, കുരുമുളക്, മഞ്ഞൾ, ഇത് ഉള്ളി, ഈ പറഞ്ഞ ഉള്ളികള്, ഇതെല്ലാം എവിടുന്ന വന്നിരിക്കുന്നത്? പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതും ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് അളവ് മിതമായിരിക്കണം. അതിന് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, നമ്മുടെ ബോഡിക്ക് താങ്ങാതിനപ്പുറം വരും. പാർശ്വഫലങ്ങളും കൊടുവേലിക്കിഴങ്ങ് എത്ര പ്രാവശ്യം ചുണ്ണാമ്പുള്ളത്തിട്ടതിന് ശേഷമാണ് വൈദ്യശാസ്ത്രം ആയുർവേദം ഉപയോഗിക്കുന്ന അറിയാമോ? ഡയറക്റ്റ് ഉപയോഗിച്ചാൽ അത് മതി, ഒരു ഡോസ് മതി, പോയി ആള് പോകും. മഞ്ഞളിനകത്തൊക്കെ മുക്കിയിട്ടാണ് കൊടുവേലിക്കിഴങ്ങ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. വെരി കറക്റ്റ്. നമ്മൾ പണ്ട് മഞ്ഞൾ എല്ലാ കറികളിലും ഉപയോഗിക്കാൻ ഒരു കാരണം എന്തായിരുന്നു വെച്ചാല്, നമ്മൾ ഫ്രഷ് ആയിട്ട് ഇലകളും പച്ചക്കറികളും പറിച്ചു കൊണ്ടുവരികയാണ്. അപ്പൊ അതില് ചില കീടങ്ങളൊക്കെ ഉണ്ടായിന്ന് വരും. അതിന്ന് നമുക്കൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ടൊക്കെ ചെയ്തത്. ഇപ്പൊ ഈവൻ നമ്മളൊരു കടന്നില കടിച്ചു വെച്ചാൽ മഞ്ഞൾ എടുത്തിട്ട് ഒന്ന് തേച്ചാൽ അതിൻ്റെ ഇത് പോകുമെന്ന് പറയാറുണ്ട്. മഞ്ഞൾ ഈസ് വെരി ഗുഡ്. ഞാൻ മോശമെന്നല്ല പറയണേ. അല്ല, രവി പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. നമ്മൾ എന്ത് കഴിച്ചു കഴിഞ്ഞാലും അത് നമ്മൾ എടുക്കുന്ന മറ്റ് ഔഷധങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് തിരിച്ചറിഞ്ഞ് വളരെ ബോധപൂർവം ചെയ്യേണ്ട സംഗതിയാണ്. അതിനെ ഞാൻ ഒരിക്കലും നിഷേധിക്കുന്നില്ല. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റൈറ്റ്. ഇപ്പൊ ഈ കപ്പളത്തിന്റെ നീര് എന്തോ ഇത് വന്നപ്പോഴത്തേനും നല്ല ചിക്കൻ കുനിയാക്കി നില എന്നൊക്കെ പറഞ്ഞ് കഴിച്ച് ആള് മരിച്ചു പോയി എത്ര കേസ് ഉണ്ടെന്ന്. ഇതിന്റെ ഇടയ്ക്ക് തോമസ് കളത്തൂർ മണ്ണിക്കരോട്ടിന്റെ കാര്യം വിസ്മരിക്കുക. അദ്ദേഹം റെഡി ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അദ്ദേഹം റെഡി ആയിട്ടുണ്ടെന്ന്. ഹലോ മണ്ണിക്കരോട് സാറേ, ഇപ്പൊ കേക്കാം. ക്യാമറ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാം, മുഖം ഒന്ന് കാണാൻ. ചൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ ശരിയായി. അങ്ങനെ ആ ദിശയിൽ ഇരുന്നാ മതി. അത് തന്നെ. ഇനി സംസാരിച്ചോ? ഭക്ഷണത്തിന്റെ കാര്യമാണോ? ഭക്ഷണം തന്നെ വിഷയം. മനുഷ്യരെ ജയിക്കാവുക. മനുഷ്യരിപ്പോ മനുഷ്യരല്ലാതിരിക്കുക. ആഹാരം അതുപോലെ തന്നെ. നമുക്ക് ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്ത് ആ കൃഷിയിൽ നിന്നുള്ള ഉൽപാദനത്തിൽ നിന്ന് നമ്മൾ കഴിക്കുക. അങ്ങനെ ചെയ്തിരുന്ന കാലത്ത് വളരെ ആരോഗ്യത്തോടെ മനുഷ്യർ ജീവിച്ചു. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അസുഖം വരും എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരുന്നു. എല്ലാവരും നല്ലപോലെ കഴിക്കുകയും ചെയ്യും. കഴിക്കുന്നത് ഇവിടുത്തെ ഓർഗാനിക് എന്ന് പറയുന്ന പോലെ അതുപോലുള്ള ഫുഡ്, അതുപോലെ അവർ അധ്വാനിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അവർക്ക് അസുഖമില്ലായിരുന്നു. എന്നാൽ ഇല്ല, ആരാ പറഞ്ഞ ഒരു 100 അടി പോകണമെങ്കിൽ വാഹനം വേണം. പണ്ട് പള്ളിയിലൊക്കെ നടന്നു പോകുമായിരുന്നു. 3-4 പള്ളിയിലും സ്കൂളിലുമൊക്കെ 3-4 മൈല് നടന്നൊരു പോകുമായിരുന്നു. ഇപ്പോഴേ അയൽപക്കത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ ഒരു വീട്ടിലേക്ക് പോകാൻ വാഹനം വേണം. ഇങ്ങനെയുള്ള മനുഷ്യർ ലേസിയായി. അതുപോലെ തന്നെ ആഹാരത്തിന് ലേസിയായ കാരണത്താൽ കൃഷിയില്ല, ഒന്നും ഉൽപാദനങ്ങളില്ല, എല്ലാം വരവ് ഡിസ്പോസബിൾ ആ രീതിയിലായിരിക്കുക. പ്രബന്ധം ഞാൻ എല്ലാം കേട്ടില്ല, അൺഫോർച്ചുനേറ്റ്ലി. ഈ അസൗകര്യം ഉണ്ടാക്കിയതിൽ ഐ എം വെരി സോറി. എന്തോ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ അങ്ങനെ എല്ലാം ആർട്ടിഫിഷ്യൽ ഭക്ഷണം കഴിച്ചിട്ട് മനുഷ്യർ അനാരോഗ്യരായി. ഇപ്പം നാട്ടിലില്ലാത്ത അസുഖം ഇവിടത്തേക്കാളും കൂടുതൽ ഡയബറ്റീസ് നാട്ടിലുണ്ട്, ക്യാൻസർ, അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം നാട്ടിൽ
പഴയതിലും ഒരുപാട് കൂടുതലുണ്ട്. ചെറുപ്പക്കാർക്ക് പോലും ഹാർട്ട് അറ്റാക്ക്, അങ്ങനെ എല്ലാം മാറിക്കൊണ്ടിരിക്കുക. ഇതിന് മാറ്റം വരണമെങ്കിൽ മനുഷ്യരെ പഴയ രീതിയിൽ പഴയ ജീവിത രീതിയിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ ശൈലി, ഭക്ഷണത്തിൻ്റെ രീതി മാറ്റി കൂടുതലും കൃഷി ചെയ്ത് സ്വന്തം സ്ഥലത്തുനിന്ന് കൃഷി ചെയ്ത് എടുക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുക, ആരോഗ്യമായിട്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ കേട്ടിടത്തോളം വളരെ വളരെ നല്ല രീതിയിൽ അത് അവതരിപ്പിച്ചു, നല്ല ഭാഷയിൽ. അതിൽ സന്തോഷം. പിന്നെ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. താമസിച്ചതിൽ ക്ഷമിക്കണം. പല അസൗകര്യങ്ങളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ ഒരു ട്രബിളായി. അങ്ങനെയാണ് താമസിച്ചത്. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് ഐ കോസ്റ്റ്. മറ്റ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. താങ്ക് യു. താങ്ക് യു മണ്ണിക്കരോട് സാറേ. ഇടയ്ക്ക് എങ്ങനെയുണ്ട്? ഹൗ യു ഫീൽ നൗ? ബെറ്റർ ദാൻ ബിഫോർ ഓർ? ഇല്ല, ഇന്ന് ഒത്തിരി അസ്വസ്ഥതയായിരുന്നു. സംസാരത്തിന് പള്ളി പോകാൻ റെഡിയായി കൊണ്ടിരുന്നു, പിന്നെ പോകാൻ പറ്റിയില്ല. പെയിനും ഡിസ്റ്റർബൻസ്, ഒത്തിരി അസ്വസ്ഥതയുണ്ട്. ഒരു ശബ്ദം ശരിയായിട്ടില്ല. ശരി, എന്നാ റെസ്റ്റ് എടുത്തോ. കഴിയുന്ന ഞങ്ങള് we will pray for you too. താങ്ക് യു. താങ്ക് യു. ഇനി എൻ്റെ അഭിപ്രായം കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മിസ്റ്റർ ചാക്കോ സാറിലോട്ട് നമുക്ക് കിടക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഈ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള നവീകരണങ്ങൾ അല്ലെങ്കിൽ പുരോഗമനങ്ങൾ ഉണ്ടാകും. അത് നോർമലാണ്. ആ പുരോഗമനങ്ങളുടെ ഒരു ഭാഗമാണ് ഭക്ഷണത്തിൻ്റെ രീതികളുടെ മാറ്റം. ഭക്ഷണ രീതികൾ മാറ്റമല്ല, നമ്മളെല്ലാം മാറിക്കൊണ്ടിരിക്കും. നമുക്ക് പുരോഗമനത്തോടൊപ്പം നമുക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നു. വിദ്യാഭ്യാസത്തിനനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു. നമ്മൾ ഓരോ പ്രശ്നങ്ങളെയും നമ്മുടെ അറിവിനനുസരിച്ച് അല്ല യുക്തിക്കനുസരിച്ച് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നു, മുന്നോട്ട് പോകുന്നു. അതിനെ സഹായിക്കാനായിട്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ നമുക്ക് വൈദ്യന്മാര്, ഡോക്ടർമാര്, ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടാകുന്നു. ഇത് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ പുരോഗമനത്തിനായിട്ട് അവർ നമ്മളെ അതൊരു മാർക്കറ്റ് പ്ലേസ് ആയിട്ട് മാറ്റി നമ്മുടെ മാക്സിമം പൈസ അല്ലെങ്കിൽ ധനം ഉണ്ടാക്കാനായിട്ട് നോക്കുന്നു. ഇങ്ങനെ ഈ പുരോഗമനത്തോടനുബന്ധിച്ച് തന്നെ ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ പണ്ട് നായാടി നടന്ന കാലം, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് നായാട്ടുകാരായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണമല്ല, ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രങ്ങളല്ല, ആയുധങ്ങളല്ല, ഇതെല്ലാം മാറി. താമസ രീതിയെല്ലാം വ്യത്യാസമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പോയാൽ ഒക്കുകയല്ലോ. എങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ ഒരിടത്ത് പോയി അങ്ങ് ഉറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ താമസിക്കാനായിട്ട് അവിടെ ഒരു സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് ആ സൊസൈറ്റിയിൽ എന്നൊക്കെ വേണം അവിടെ ഇങ്ങനെ ക്രമേണ നമുക്ക് പോലീസും പട്ടാളവും ഇവിടെയുള്ള കാര്യങ്ങളും എല്ലാം അതിനനുസരിച്ച് രൂപപ്പെടുത്തി. അതോടൊപ്പം നമ്മുടെ ആരോഗ്യ കാര്യങ്ങളെ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അങ്ങനെ നമ്മുടെ ഈ പുരോഗമനത്തിനനുസരിച്ച് തന്നെ രൂപം പ്രാപിക്കുന്നുണ്ട്. പക്ഷെ അന്നേരം പലതും നമ്മൾ മറന്നു പോകുന്നുണ്ട്. നമുക്ക് ഹെൽത്ത് തന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ പലതും മറക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ മറന്നു പോകുന്നു. സ്ട്രെസ്സിലോട്ടൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നു. ഈ സ്ട്രെസ്സൊക്കെ ഇതുപോലെ തന്നെ ഭക്ഷണം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് എൻ്റെ വിചാരം. ഈ സ്ട്രെസ് വ്യാധി ഉണ്ടാക്കുമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞ പോലെ ഈ നമ്മുടെ അസൂയ, നമ്മുടെ അത് വേണം ഇത് വേണം മറ്റേ വേണം എന്നുള്ള അത്യാഗ്രഹം, ഇതെല്ലാം നമ്മളെ ആദിയിലോട്ട് കൊണ്ടുപോയിട്ട് അതൊരു വ്യാധിയാക്കി മാറ്റുകയും ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ പുരോഗതിയോടനുബന്ധിച്ച് തന്നെ ഇത് നടക്കുന്നു. ഇൻഡസ്ട്രിയലൈസേഷൻ അതിൻ്റെ രീതിയിൽ പോകുന്നു. അത് ഒത്തിരി പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നു. പക്ഷെ അതോടൊപ്പം ലോകത്തെ അതിൻ്റെ പുക കൊണ്ടും വെള്ളം കൊണ്ടും എല്ലാ രീതിയിലും അത് മലിനീകരണം അതിൻ്റെ വഴിയായിട്ട് നടക്കുന്നു.
ഇത് എല്ലാം ഒരു പറച്ചിലുണ്ടല്ലോ, ഇത് ഈ ഇത് എന്ത് വാക്കുകൾ മറന്നുപോയി, എന്ത് പുരോഗമനമാണേലും പുരോഗമനത്തോടൊപ്പം ഒരു അധോഗമനത്തിന്റെ കൂടെ ഒന്നിച്ചേ സഞ്ചരിക്കുള്ളൂ. ഇത് ഒരു വശത്തൂടെ നമ്മൾ പുരോഗമനം വരുമ്പോൾ അതിന്റെ മറ്റേ സൈഡിൽ കൂടെ എല്ലാത്തിനും രണ്ട് സൈഡുകളുണ്ട്. ദൈവം എന്ന് പറയാൻ ദൈവത്തോടൊപ്പം സാത്താനും പോകുന്നുണ്ട് പാരലായിട്ട് എന്നുള്ളതാണ് ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യം. എന്നാന്ന് ചോദിച്ചാൽ മറ്റേ ഒന്നിനെ ഇമ്പോർട്ടൻസ് വരണമെങ്കിൽ മറ്റേതിനെ നമ്മൾ സബ്സൈഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അങ്ങനെ ഇതൊരു നോർമൽ പ്രൊസീജിയറാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ യുക്തിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾക്കും അനുസരിച്ച് അതോടൊപ്പം തന്നെ നമ്മൾ ലോകത്തിൻ്റെ നിലനിൽപ്പും കൂടെ നമ്മുടെ കയ്യിലാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശം ലോകം നിലനിൽപ്പി കൊണ്ടുപോകാനും കൂടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് കോമൺ ആയിട്ട് പറയാനുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ ഒക്കെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു. പണ്ടൊന്നും ഹാർട്ട് അറ്റാക്ക് ഇല്ലായിരുന്നല്ലോ മനുഷ്യർക്ക്. അന്നൊക്കെ മാടനടിക്കുകയായിരുന്നു. നിപ്പി മാടനടിച്ച് മരിച്ചു പോയെന്ന് പറയാം. ഇതുപോലെയുള്ള വിവരങ്ങളൊക്കെ പലതും മാറി മാറി വരും. ഇത് നമ്മളെ അക്സെപ്റ്റ് ചെയ്തേ ഒക്കെയുള്ളൂ ഒത്തിരിയൊക്കെ. എന്നാൽ അത് കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് ഈ അക്സെപ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും പുറകിലൊരു വ്യവസായം അല്ലെ ഒരു ബിസിനസ് ഇത് കാണും, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കാണും. അത് നമ്മുടെ യുക്തി ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുക, നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. എക്സസൈസ് അത്യാവശ്യമാണ്. ഒന്നിലും അമിതമായ പ്രാധാന്യം കൊടുക്കാതെ, കണക്കിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ സൊസൈറ്റി വേണം. നമുക്ക് എല്ലാവരുമായിട്ട് ബന്ധപ്പെടണം, നമുക്ക് കൂടുതൽ ചിന്തിക്കണം. ഇത് എന്തെങ്കിലും ആയിട്ടൊന്നും ചിന്തിക്കാതിരിക്കില്ല, അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. അതിനൊക്കെയാണ് നമ്മുടെ ഈ സൊസൈറ്റികളും ഒക്കെ ഉള്ളത്. ഇനി ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി ഇപ്പോഴേ ചാക്കോ സാറിന്റെ മറുപടിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. പറഞ്ഞ എല്ലാ അഭിപ്രായങ്ങൾക്കും നന്ദി. എല്ലാം വളരെ ഉത്തമമായ അഭിപ്രായങ്ങൾ തന്നെയായിരുന്നു. ഇതില് ഞാൻ ഇപ്പം മലയാളിയുടെ ഭക്ഷ്യ സംസ്കാരം എന്ന് പറഞ്ഞ് എടുത്തു. അത് മലയാളിക്ക് മാത്രമല്ല, ഇത് ലോക ഭക്ഷ്യ സംസ്കാരം തന്നെ ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് ശരിയാണ്. ഞാൻ അതിനകത്ത് മലയാളികളുടെ മാത്രം എടുത്തു. അതോടൊപ്പം അത് പൊതുവിലെ ലോക ഭക്ഷ്യ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്, എൻ്റെ തൊഴിലിൻ്റെ ഭാഗമാണ്, റെപ്രസെൻറ്റേറ്റീവ് ഭാഗമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ബയോപ്സിയുടെ അത് മുഴുവൻ ഞാൻ എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നില്ല. അതിൻ്റെ ഒരു സെലക്റ്റീവ് റെപ്രസെൻറ്റേറ്റീവ്, അങ്ങനെയാണ് ലോക ഭക്ഷ്യ സംസ്കാരത്തിൻ്റെ ഒരു സെലക്റ്റീവ് പോർഷനായിട്ട് മലയാളിയുടെ ഇതിനെ എടുത്തു. പിന്നെ ഇതിനെ മുഴുവൻ കൂടെ നമുക്ക് ഇതിൻ്റെ രോഗം, സാമൂഹ്യം, മാറ്റങ്ങൾ, ഇതെല്ലാം കൂടെ ഒരു വലിയ വിശാലമായ ക്യാൻവാസാണ്. ഇത് എല്ലാം കൂടെ ചുരുങ്ങിയ സമയത്തുള്ളിൽ അവതരിപ്പിക്കാൻ പറ്റുന്നതല്ല. പിന്നെ നമ്മുടെ ആയുർദൈർഘ്യം പണ്ടത്തേക്കാൾ കൂടി എന്ന് പറഞ്ഞു, അത് ശരിയാണ്, ആയുർദൈർഘ്യം കൂടിയിട്ടുണ്ട്. പക്ഷെ അപ്പം നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പണ്ട് പോഷകാഹാരക്കുറവ് ഉണ്ടായിരുന്നു, നല്ലതുപോലെ പോഷകാഹാരക്കുറവ്. അതുപോലെ പകർച്ചവ്യാധികളും പോഷകാഹാരക്കുറവുമായിരുന്നു പണ്ടത്തെ മരണനിരക്ക് കൂട്ടിയിരുന്നത്. ഇപ്പോൾ അത് രണ്ടും നിയന്ത്രണ വിധേയമായി. ഇപ്പോൾ ഉള്ളത് മറ്റുള്ള ഇതുപോലുള്ള ശൈലീ രോഗങ്ങളാണ് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ കേട്ടതിൽ എന്നെ കേട്ട ഒരു അഭിപ്രായത്തിൽ ഗവൺമെന്റിന്റെ ബാധ്യത, അത് തീർത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫുഡ് സേഫ്റ്റി, ഫുഡ് റെഗുലേഷൻസ്, പിന്നെ ഇത് പുഴ മാലിന്യങ്ങളെ തടയൽ, ഇതൊക്കെയുള്ള ഈ ബാധ്യതകൾ, കടമകൾ ഗവൺമെന്റ് ശ്രദ്ധിച്ച് വളരെ അവരവരുടെ ചുമതലകൾ നിർവഹിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇത് നമ്മൾ ഇതിൻ്റെ ഒഴുക്കിൽപ്പെട്ടുപോയി നമുക്ക് തിരിച്ച് ഒരു മാറ്റം വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഒന്നും പറയാതെ നിർത്തുന്നത് നമ്മുടെ ഈ ഇതിനകത്തെ ഒരു ഇതുണ്ടല്ലോ, തേന ഭുജിതേ, മത്സ്യം വെള്ളം കുടിക്കുന്നത് പോലെ. മത്സ്യം വെള്ളത്തിൽ കിടക്കുകയാണെങ്കിൽ പോലും വെള്ളം എപ്പോഴും സദാ എടുത്തുകൊണ്ടിരിക്കും, പക്ഷെ അത് മുഴുവൻ കുടിക്കുന്നില്ല. അതുമാതിരി നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രം നമ്മൾക്ക് എടുക്കുക.
പറ്റത്തുള്ളൂ. മോഡറേറ്റ് ആയിട്ട് പ്രവർത്തിച്ച തോമസ് മാത്യു കുഞ്ഞുമോൻ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിനും, ജോൺ ഇളമത, പിന്നീട് ജോസഫ് പുന്നോലി, ജെയിംസ് ചെറുതടത്തിൽ, തച്ചാറ് സാറ്, പിന്നെ മിസ്റ്റർ ആൻഡ് മിസ്സസ് രവിരാജ, ജോർജ് പുത്തൻകുരിശ് പോയി, എസ് ജോർജ് സാറ്, പിന്നെ ഫിലിപ്പ് കല്ലട. ഇനി ആരുടെയെങ്കിലും പേര് ഞാൻ വിട്ടിട്ടുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. എല്ലാവരുടെയും പേര് പറഞ്ഞെന്ന് തോന്നുന്നു. എല്ലാവർക്കും മുടക്കം കൂടാതെ ഇതിൽ അറ്റൻഡ് ചെയ്യുന്നതിനും വർഷങ്ങളായിട്ട് ഇതിൽ സംബന്ധിക്കുന്നതിനും ഇത്രയും സമയം ക്ഷമയോടുകൂടി എൻ്റെ പേരിലും പിന്നെ മലയാളം സൊസൈറ്റിയുടെ പേരിലും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി അടുത്ത മാസം എല്ലാവരെയും കേൾക്കാൻ കാണാം. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു. ഇനിയിപ്പോ ഇതോടുകൂടി അവസാനിപ്പിക്കല്ലേ? ആരാ വൈസ് പ്രസിഡന്റ്? ഇല്ല, ഇനിയിപ്പം അവരുടെ സംസാരിക്കാനുണ്ടല്ലോ. രാജ് സാറിന് നമുക്ക് സംസാരിക്കാം, കുഴപ്പമില്ല. അതെ, ഒരു കാര്യം പറയട്ടെ. ഒരിക്കല് സ്വിച്ച് ക്യാമറ അല്ല, സ്വിച്ച് ഗാലറി ഒരിക്കൽ പിന്നെ ഉദിചൈതന്യ സ്വാമി പറയുകയുണ്ടായി, ചെരുപ്പിടാതെ കണ്ട് ബെയർ ഫുഡായിട്ട് നമ്മുടെ യാടിക്കൂടെ ഒരു 15 ഇനി പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാം.